പോർട്ടർ കഥാസംഗ്രഹം. SP കൃഷ്ണദാസ് സ്വപ്നങ്ങൾ നൽകി ഗർഭിണിയാക്കി വഴിയാധാരമാക്കിയതാണ് ശ്രീദേവിയെ. ആ മകനാണ് വിജയൻ. കുടുംബത്തിലെ ദാരിദ്ര്യം വകവയ്ക്കാതെ പഠിച്ച് MBA-കാരനായി. മാതാ കാറ്റിൽ ഫീൽഡിൽ ഇൻ്റർവ്യൂവിന് ചെന്ന വിജയൻ കൈക്കൂലി വാങ്ങി ഫ്രാൻസിസിന് ജോലി നൽകിയെന്ന കാരണത്താൽ ബോർഡംഗങ്ങളോട് കയർക്കുന്നു. ആ ജോലി കിട്ടാതെ പോകുന്നു. ഒടുവിൽ പോർട്ടറാകുന്നു. മാതാ കാറ്റിൽ ഫീൽഡിൻ്റെ പാർട്ണറായ ദീപയോട് വിജയന് വെറുപ്പാണ്. എന്നാൽ മുരട്ട സ്വഭാവക്കാരനായ മുറച്ചെറുക്കനിൽ നിന്ന് ദീപയെ വിജയൻ രക്ഷിക്കുന്നു. തുടർന്ന് കഥ കേൾക്കുക. പോർട്ടർ. അധ്യായം 6. വീട്ടിലേക്കുള്ള റോഡ് റൺവേ ആയിരുന്നു. നടുവിലൊരു പൂന്തോട്ടം. വീടിൻ്റെ മുറ്റത്തെത്തി കാളിദാസൻ ഓട്ടോ നിർത്തി. പ്രൗഢയായ ഒരു മുത്തശ്ശി അവിടെ നിന്നിരുന്നു. കുലീനത നിറഞ്ഞൊരു പ്രകാശം ആ മുഖത്തുണ്ട്. ദീപ ഇറങ്ങി 100 രൂപ നോട്ട് ബാഗിൽ നിന്നെടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു, സോറി ട്ടോ, ഒത്തിരി വിഷമമുണ്ടായെന്നറിയാം. ഇന്ന് മുത്തശ്ശിയുടെ പിറന്നാളാ, ഇത് വെച്ചോ. കാളിദാസൻ മടിച്ചു നിന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അത് വാങ്ങിച്ചോളൂ കുട്ടി. പിന്നെ കാളിദാസന് ഒന്നും പറയാൻ തോന്നിയില്ല. അമ്മയുടെ ശബ്ദം പോലെ അയാളത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോന്നു. അവൾ പൂമുഖത്തേക്ക് കയറിയപ്പോൾ ഇടതു കൈയിൽ വടികുത്തി ഡാഡി അവിടേക്ക് വന്നു. ഗോപികൃഷ്ണൻ. എന്താ മോളെ താമസിച്ചത്? ഓഫീസിൽ വിളിച്ചപ്പോൾ നീ പുറപ്പെട്ടെന്നറിഞ്ഞു. വഴിയിലൊരു പ്രശ്നമുണ്ടായി ഡാഡി, അവൾ പറഞ്ഞു. മുത്തച്ഛൻ ചാരുകസയിലിരുന്ന് വായിക്കുകയാണ്. നിന്നോട് കാറ് കൊണ്ടുപോകാൻ പറഞ്ഞതല്ലേ മോളെ, കേട്ടോ നീ? മുത്തശ്ശി സ്നേഹപൂർവ്വം ശാസിച്ചു. എന്ത് പ്രശ്നമാ മോളെ ഉണ്ടായത്? ഗോപികൃഷ്ണൻ ചോദിച്ചു. ഗോപികൃഷ്ണൻ വടികുത്തി അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഇടതുകാൽ നല്ല സ്വാധീനമില്ല. ക്രച്ചസോ വടിയോ കുത്തി വേണം നടക്കാൻ. എൻ്റെ മുറച്ചെറുക്കനും 2 ഗുണ്ടകളും കൂടി എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, ദീപ പറഞ്ഞു. ആര്? ബാബുരാജിന്റെ മോനോ? മുത്തശ്ശി ഉത്കണ്ഠയോടെ ചോദിച്ചു. അവൾ മുത്തശ്ശിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ഒരുത്തൻ പുതുതായി അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജറായി സെലക്ഷൻ കിട്ടിയവനാ. അത്രയ്ക്കായോ? മുത്തശ്ശൻ പത്രം മടക്കി വെച്ച് എഴുന്നേറ്റ് വന്നു. മോള് പറ, എന്താ സംഭവിച്ചേ? ഹാളിലേക്ക് നടക്കുന്നതിനിടയിൽ നടന്നതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു. എനിക്കറിയാം, കമ്പനിയിൽ മുഴുവൻ അഴിമതിയാ, മുത്തശ്ശി അഭിപ്രായപ്പെട്ടു. അത് നഷ്ടത്തിലാക്കാൻ വേണ്ടി കുറെ ഉദ്യോഗസ്ഥന്മാരും ഡയറക്ടർമാരുമുണ്ട് അവിടെ. നീ പറഞ്ഞത് കേട്ടിട്ട് ആ വിജയൻ കൊള്ളാമല്ലോ മോളെ, ഗോപികൃഷ്ണൻ പറഞ്ഞു. പക്ഷേ അയാളെ ആർക്കും കണ്ടുകൂടാ, ഭയങ്കര ധിക്കാരിയാ, ദീപ പറഞ്ഞു. ഗോപികൃഷ്ണൻ ഒന്നിരുത്തി മോളി. ഈ കാലും വലിച്ചു കൊണ്ടുപോകാൻ കഴിയാഞ്ഞിട്ടാ ഞാൻ നിന്നെ അയച്ചത്. ഇനി ചുമതല നിനക്കാണ്. മാതാ കാറ്റിൽ ഫീൽഡ് ഉടച്ചു വാർക്കേണ്ട ജോലിയും നിനക്കാണ്. ആദ്യം അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കണം. കേട്ടിടത്തോളം കമ്പനിയെപ്പറ്റി നമ്മളെക്കാൾ കൂടുതൽ ആ പോർട്ടർക്കറിയാമല്ലോ, മുത്തശ്ശൻ അഭിപ്രായപ്പെട്ടു. വാ മക്കളെ, ഇനി ഊണ് കഴിഞ്ഞിട്ട് സംസാരിക്കാം, മുത്തശ്ശി ക്ഷണിച്ചു. ഡാഡിയുടെ ഊന്നുവടി വാങ്ങിച്ച് അദ്ദേഹത്തെ നടക്കാൻ സഹായിച്ചുകൊണ്ട് ദീപ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. പിറന്നാൾ മുത്തശ്ശി കേമമാക്കിയിട്ടുണ്ടല്ലോ. മേശപ്പുറത്തെ വിഭവങ്ങളും വലിയ കേക്കും കണ്ട് ദീപ പറഞ്ഞു. എല്ലാം മറന്നതുപോലെ അവളുടെ മുഖം തെളിഞ്ഞു. വിജയൻ കയ്യും മുഖവും കഴുകി വന്നപ്പോൾ ശ്രീദേവി ചോറ് വിളമ്പി. സതിയുമുണ്ടായിരുന്നു സഹായത്തിന്. വിജയൻ ചോറുണ്ണുന്നത് നോക്കി ശ്രീദേവി അടുത്തു നിന്നു. ആ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയും പോയി. അവർ നിരാശയോടെ പറഞ്ഞു, സാരമില്ലമ്മേ, വിധിച്ചതല്ലേ കിട്ടൂ. എന്നേക്കാൾ പഠിപ്പും കഴിവുമുള്ള ചെറുപ്പക്കാർ ജോലിയില്ലാതെയുണ്ട്. ഞാൻ അവരിൽ ഒരാൾ മാത്രം. വിജയൻ ശ്രീദേവിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചോറ് വാരിയുണ്ടു. വിജയേട്ടൻ ആ ഡയറക്ടറെ തല്ലിയത് എനിക്കിഷ്ടമായി. അത് കാണാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്, സതി പറഞ്ഞു. കൈക്കൂലിക്കാർക്ക് അങ്ങനെ തന്നെ വേണം. നീയ പിള്ളേരുമായി വഴക്കിനൊന്നും പോകണ്ടായിരുന്നു, ശ്രീദേവി പറഞ്ഞു. എന്റെ ശ്രീദേവി കുട്ടി, ഒന്നും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. അല്പം വെള്ളം കുടിച്ചുകൊണ്ട് വിജയൻ എഴുന്നേറ്റു. ആ പെണ്ണിനെ അവൻ തല്ലാൻ തുടങ്ങിയപ്പോഴാ ഞാൻ ഇടപെട്ടത്. ഈ സതിയെ ആരെങ്കിലും കയറി പിടിച്ച അമ്മ നോക്കിക്കൊണ്ട് നിൽക്കുമോ? അവൻ അമ്മയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ശ്രീദേവി ഒന്നും പറഞ്ഞില്ല. കൊടുത്തപ്പോൾ 2 അടി കൂടുതലായിപ്പോയി, അത്ര തന്നെ. ഏതായാലും തല്ലിന്നായില്ലേ, കണക്കിനിരിക്കട്ടെ എന്ന് ഞാനും കണ്ടു. നമ്മുടെ കാളിദാസനെ അവൻ തല്ലിയത് അത്രയും പോരായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അധ്യായം 7. ഞാൻ ഒരു ഇടിയനെയും കാണാൻ പോകുന്നില്ല. അക്കാര്യം നിങ്ങളൊട്ട് പറയുകയും വേണ്ട, വിജയൻ തീർത്ത് പറഞ്ഞു. കൂട്ടുകാർ പരസ്പരം നോക്കി. വിജയനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്ക് തോന്നി. ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ വരുന്നതൊക്കെ നീ അനുഭവിച്ചോണം, ഞങ്ങളെ വിളിക്കരുത്. അതുവരെ മിണ്ടാതിരുന്ന അരവിന്ദൻ പറഞ്ഞു. വിജയൻ ഒന്നും പറയാതെ ചായക്കടയിലേക്ക് കയറി. പോലീസുകാർ ഹാഫ് ഡോർ തുറന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിയുടെ ക്യാബിനിലേക്ക് ചെന്നു. ചാണ്ടി ഫോൺ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ വെച്ചിട്ട് ചാണ്ടി കോൺസ്റ്റബിൾസിനെ നോക്കി. എവിടെ അവൻ? അവൻ വന്നില്ല സാർ. അതെന്താ? അവന് സ്റ്റേഷനിലേക്ക് വരാൻ മനസ്സില്ലെന്ന് പ്രായമുള്ള കോൺസ്റ്റബിൾ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങളിങ്ങോട്ട് പോന്നോടാ തോമസേ. ചാണ്ടി ദേഷ്യപ്പെട്ടു. സാറേ, വിജയൻ വെറും ഗുണ്ടയാ. അവനെ കാണണമെങ്കിൽ സാറങ്ങോട്ട് ചെല്ലണമെന്ന് ഞങ്ങൾ അവനെ ബലമായി പിടിച്ചപ്പോൾ അവൻ തല്ലാൻ ശ്രമിച്ചു, തോമസ് പറഞ്ഞു. അവന്റെ കൂടെ പോർട്ടർമാരെല്ലാം ഉണ്ട്. എല്ലാം ചട്ടമ്പികളാ സാറേ. സാറിനെ ഒന്നും അവന് പുല്ലുവില പോലും ഇല്ല സാറേ. കോൺസ്റ്റബിൾ രാജൻ സർക്കിളിന്റെ രോഷം കത്തിക്കാനായി പറഞ്ഞു.
അവനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ചാണ്ടി അദ്ദേഹത്തിന് കാണണമെങ്കിൽ മാർക്കറ്റിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തന്നെ നാണക്കേടായി പോയി സാറേ. എന്നാൽ ആ റാസ്കലിനെ ഞാൻ അവിടെ ചെന്ന് കാണാം. CA ചാണ്ടി എഴുന്നേറ്റു. സാറേ, അവനെ വെറുതെ വിടരുത്. അവനൊരു എല്ല് കൂടുതലാണ്, തോമസ് പറഞ്ഞു. ദേഷ്യം കൊണ്ട് ചാണ്ടി വിറച്ചുപോയി. എന്റെ കൂടെ വാ. 4-5 പോലീസുകാർ പെട്ടെന്ന് ജീപ്പിന് പിന്നിൽ ചാടി കയറി. മാർക്കറ്റിലേക്ക് വിട്, ചാണ്ടി നിർദ്ദേശിച്ചു. ജീപ്പ് പോലീസ് സ്റ്റേഷൻ മുറ്റത്തു നിന്ന് പാഞ്ഞുപോയി. മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു. പോലീസ് ജീപ്പ് വീണ്ടും വന്നപ്പോൾ പോർട്ടർമാർ ശ്രദ്ധിച്ചു. ലോറിയിൽ നിന്ന് സിമന്റ് ഇറക്കുന്ന വിജയനെ കോൺസ്റ്റബിൾ തോമസ് കണ്ടു. സാറേ, അതാ അവൻ. ജീപ്പ് നിർത്തി ചാണ്ടി ഇറങ്ങി. സിമന്റ് ചാക്ക് വെച്ചിട്ട് തിരിഞ്ഞ വിജയന്റെ തോളിൽ കൈവച്ചു. വിജയൻ അയാളെ നോക്കി. നിനക്ക് ഞാൻ വിളിച്ചാൽ വരാൻ പാടില്ല അല്ലേ? അതുകൊണ്ട് നിന്നെയൊന്ന് വന്ന് കണ്ടുകളയാമെന്ന് കരുതി, ചാണ്ടി പറഞ്ഞു. വിജയൻ പുഞ്ചിരിച്ചു. തോളിൽ നിന്ന് ചാണ്ടിയുടെ കൈയെടുത്ത് മാറ്റിയിട്ട് സിമന്റ് പൊടി തട്ടിക്കളഞ്ഞു. പോർട്ടർമാരെല്ലാം ചുറ്റും കൂടി. മാർക്കറ്റിൽ വന്ന മറ്റാളുകളും കൂടി. സാറിന് എന്താ വേണ്ടത്? വിജയൻ ചോദിച്ചു. നീ SP-യുടെ മകനെ തല്ലാൻ വളർന്നോടാ. എനിക്ക് നിന്നെയാ വേണ്ടത്. ചാണ്ടി കൈനിവർത്തി ഒറ്റയടി. പോർട്ടർമാർ സ്തംഭിച്ചു പോയി. ആ അടി വിജയൻ തടുത്തു. ചാണ്ടിയുടെ കൈ വിജയന്റെ മുഷ്ടിക്കുള്ളിലായി. പോലീസുകാരും നടുങ്ങി. സർക്കിൾ ചാണ്ടിയുടെ കണ്ണുകളിൽ പക കനലുകളായി. ഒരു നിമിഷം മാർക്കറ്റ് സ്തംഭിച്ചു നിന്നു. ചാണ്ടി സാറ് എന്തിനാണ് ഞാൻ SP-യുടെ മകനെ തല്ലിയതെന്ന് അന്വേഷിച്ചില്ല. സത്യം അറിഞ്ഞാൽ സാറ് തന്നെ അവനെ തല്ലും, വിജയൻ പറഞ്ഞു. അന്യായം കാണിച്ചിട്ട് ന്യായീകരിക്കുന്നോടാ. കൈ വിജയന്റെ പിടിയിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ചാണ്ടി മുഷ്ടി ആഞ്ഞു വീശി. ഇത്തവണ വിജയനെ അടിയേൽക്കുക തന്നെ ചെയ്തു. ആ അടി വിജയന്റെ കൂട്ടുകാരായ പോർട്ടർമാരുടെ മുഖത്തും പ്രതിഫലിച്ചു. സിമന്റ് ലോറിയുടെ പിന്നിലെ വീലിനടുത്തേക്കാണ് വിജയൻ വീണത്. ലോറിക്ക് മുകളിൽ നിന്ന് പോർട്ടർമാർ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. വിജയൻ വീണപ്പോൾ PC തോമസിനും രാജനും സന്തോഷമായി. സാറേ, അവൻ ധിക്കാരിയാ. കയ്യിൽ പിടിച്ചുകൊണ്ട് സംസാരിച്ചത് കണ്ടില്ലേ? തോമസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ചോര തിളപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. CA ചാണ്ടി തിരിഞ്ഞ് തോമസിനെ നോക്കി. പറഞ്ഞത് അബദ്ധമായോ എന്ന് തോമസിന് തോന്നി. അയാളൊന്നോ ചൂളി. മാർക്കറ്റിലെ ആളുകളെല്ലാം കാര്യമെന്തെന്നറിയാൻ ചുറ്റും കൂടി നിൽക്കുകയാണ്. റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങൾ വന്ന് നിറഞ്ഞ് ബ്ലോക്കായി. ഹോണടിയുടെ ബഹളം. എല്ലാവരും തന്നെയാണ് നോക്കുന്നതെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിക്ക് തോന്നി. തന്റെ കയ്യിൽ വിജയൻ പിടിച്ചിരിക്കുന്നത് എല്ലാവരും കണ്ടിരുന്നു. ഇനി അവനെ ഇടിച്ച് ശരിയാക്കിയില്ലെങ്കിൽ തന്റെ വില പോകുമെന്ന് ചാണ്ടിക്ക് മനസ്സിലായി. വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ വിജയനെ പിടിക്കാനായി തോമസും രാജനും മറ്റു പോലീസുകാരും അടുത്തു. CI കൈവിരിച്ച് അവരെ തടുത്തു. ഇവനെ പോലീസുകാർ വെറുതെ അങ്ങ് പിടിച്ച് ജീപ്പിൽ കയറ്റിയാൽ ശരിയാവില്ല. അടിച്ച് നടുവടിച്ച് ജീപ്പിലിടണം. അതെല്ലാവരും കാണണം. ഇടിയൻ ചാണ്ടി ആരാണെന്ന് മാർക്കറ്റിലുള്ളവർ അറിയണം. ഒരു പോലീസുകാരനെയും ഇനി ആരും നിഷേധിക്കരുത്. ചാണ്ടിയുടെ പേര് പറഞ്ഞാൽ മാർക്കറ്റ് ഞെട്ടണം എന്ന് മനസ്സിൽ ആക്രോശിച്ചുകൊണ്ട് ചാണ്ടി മുന്നോട്ട് കുതിച്ച് വിജയന്റെ ചുമലിൽ പിടിച്ചു. ഒരടി വിജയന്റെ കരണത്ത് വീണു. അയാൾ കറങ്ങിപ്പോയി. അടുത്ത അടിക്ക് ചാണ്ടി മുന്നോട്ട് കുതിച്ചപ്പോൾ വിജയൻ കൈ തട്ടി തിരിച്ചൊന്നു കൊടുത്തു. ചാണ്ടിയുടെ തൊപ്പി തെറിച്ചുപോയി. ഒരലർച്ച അയാളിൽ നിന്ന് ഉണ്ടായി. ചോര തൊപ്പിക്കൊണ്ട് അയാൾ വിജയനെ നോക്കി. സാറ് നാണം കെടാതിരിക്കണമെങ്കിൽ തിരിച്ചു പോ. ഞാൻ സർക്കിൾ ഓഫീസിലേക്ക് വരാം. SP യമാന്റെ മകന്റെ പരാതി നമുക്ക് അവിടെ വെച്ച് തീർക്കാം. അയാളും കൂട്ടുകാരും ഉപദ്രവിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെയും ഞാൻ കൊണ്ടുവരാം. അവളോട് സംസാരിച്ചിട്ട് സാറ്. വിജയൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അത് മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് CI അലറി. നീയൊരു പുല്ലും പറയേണ്ടടാ റാസ്കൽ. നിന്നെ ഞാൻ കാണിച്ചു തരാം. തനിക്ക് അടി കിട്ടിയത് നാട്ടുകാരെല്ലാം കണ്ടതിന്റെ ഷോക്കിലായിരുന്നു ചാണ്ടി. അയാൾ വിജയനെ ചവിട്ടി. വിജയൻ ആളുകൾക്കിടയിലേക്ക് വീണു. ആളുകൾ ഭയന്നു മാറി. ചാണ്ടി കുതിച്ചു വന്ന് വിജയനെ തൊഴിച്ചു. ഓറഞ്ച് കച്ചവടക്കാരന്റെ തള്ളുവണ്ടി മറിഞ്ഞു. റോഡിലാകെ ഓറഞ്ച് മറിഞ്ഞു. വിജയൻ ചാടി എണീറ്റു. അടുത്ത് വന്ന ചാണ്ടിയെ തിരിച്ചടിച്ചു. ചാണ്ടി ഒരു കടയിലേക്ക് തെറിച്ച് മുട്ടക്കുട്ടയിലേക്ക് വീണു. അടുക്കി വെച്ചിരുന്ന മുട്ടത്തട്ടുകൾ മറിഞ്ഞു വീണു. കച്ചവടക്കാർ ഭയന്നുപോയി. ചാണ്ടി ചാടി എഴുന്നേറ്റ് സിംഹത്തെ പോലെ വിജയനെ നേരിട്ടു. പോർട്ടർമാർക്കും പോലീസുകാർക്കും തടുക്കാനായില്ല. ആളുകൾക്കിടയിലൂടെ കാളിദാസൻ ഓടി മുന്നിൽ വന്നു. ആളുകൾ വൃത്താകൃതിയിൽ നിൽക്കുകയാണ്. റോഡരികിലെ ചെളിയും വൃത്തികേടുകളും വിജയന്റെയും CIയുടെയും ദേഹത്ത്. വിജയ, കാളിദാസൻ വിളിച്ചു. വിജയൻ ഒറ്റയിടി. ചാണ്ടിയുടെ വായിൽ നിന്ന് ചോര തെറിച്ചു. അയാൾ പിന്നോട്ട് മലച്ചു വീണു. റോഡ് സൈഡിലെ കുപ്പക്കൂനയിലേക്ക്. CI ചാണ്ടി അലറിക്കൊണ്ട് എഴുന്നേറ്റ് വിജയന്റെ മേൽ ചാടി വീണു. കാളിദാസൻ അരവിന്ദന്റെയും ഉമ്മറിന്റെയും അടുത്തേക്ക് ചെന്നു. ഉമ്മർ ചേട്ടാ, അവരെ പിടിച്ചു മാറ്റ്. അല്ലെങ്കിൽ വിജയനായി ഇടിയൻ ചാണ്ടിയെ കൊല്ലും. വലിയ പ്രശ്നമാകും. ഞങ്ങളെന്ത് ചെയ്യാനാടോ കാളിദാസ? ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി രണ്ടുപേരും അടിച്ചു ചാവട്ടെ, പോർട്ടർ അരവിന്ദൻ പറഞ്ഞു. പോലീസിനോടാ ഏറ്റുമുട്ടുന്നത്. വിവരമറിഞ്ഞ് ഒരു വണ്ടി പോലീസ് വന്നാ പിന്നെ വിജയന്റെ പൊടി പോലും കിട്ടൂല. കാളിദാസന് കരച്ചില് വന്നു. ഇല്ലടാ, ഇന്നാ പോർട്ടറുടെ അന്ത്യമാ. അവൻ കൈവച്ചിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? ജീവൻ വേണമെങ്കിൽ നീയൊക്കെ സ്ഥലം വിട്ടോ. അവരുടെ സംസാരം കേട്ടുനിന്ന ഒരു പോലീസുകാരൻ രോഷത്തോടെ മുരണ്ടു. കാളിദാസൻ അയാളെ നോക്കി. ആ പോലീസുകാരന്റെ പക കണ്ണുകളിൽ കത്തുന്നത് അവൻ കണ്ടു. അധ്യായം 8. പെട്ടെന്ന് ഒരു സൈറൻ ശബ്ദം. ആളുകൾ ചിതറുന്നു.
അയ്യോ, പോലീസ് വണ്ടി വന്നു. കാളിദാസൻ നിലവിളിച്ചു. എടാ വിജയ, ഓടിക്കോ. അയാൾ അലറി. പക്ഷേ വിജയനും സി ഐ ചാണ്ടിയും അത് കേട്ടില്ല. അവർ ദ്വന്ദ്വയുദ്ധം നടത്തുകയായിരുന്നു. സൈറൻ അടുത്തു വന്നു. ആളുകൾ കടന്നൽ പോലെ ചിതറി. കറങ്ങുന്ന ചുവന്ന ലൈറ്റ് കണ്ടു. അത് DSPയുടെ കാറായിരുന്നു. കാർ വന്ന് ആളുകൾ ഒഴിഞ്ഞുകൊടുത്ത ഭാഗത്തെത്തി. കാറിലിരുന്ന് SP കൃഷ്ണദാസ് ആ രംഗം കണ്ടു. സർക്കിൾ ചാണ്ടിയെ ഒരു പോർട്ടർ തല്ലുന്നു. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യം. ആ പോർട്ടർക്കാണ് തന്റെ മകനെ തല്ലാൻ ധൈര്യമുണ്ടായതെന്ന് SP മനസ്സിലായി. കാർ നിന്നു. കൃഷ്ണദാസ് ഡോറിൽ കൈവച്ചു. ഒരടിയേറ്റ് സി ഐ ചാണ്ടി വേച്ച് താഴെ വീണു. അടുത്ത അടിക്ക് വിജയൻ കൈയോങ്ങിയപ്പോൾ SP തടുത്തു. ചോരക്കണ്ണുകൾ കൊണ്ട് വിജയൻ SPയെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കത്തുകയായിരുന്നു. തന്തയ്ക്ക് പിറക്കാത്തവനെ, നീ പോലീസിനെ തല്ലുമോടാ? പല്ല് ഞെരിച്ചുകൊണ്ട് SP കൃഷ്ണദാസ് വിജയനെ അടിച്ചു. അവശനായിരുന്നെങ്കിലും വിജയൻ അത് തടുത്തു. മാർക്കറ്റ് സ്തംഭിച്ചു. ചാണ്ടി എഴുന്നേറ്റ് മിഴിച്ചു നിന്നു. പോലീസുകാർ അടുത്തു വന്നു. തന്തയ്ക്ക് പിറക്കാത്തത് ഞാനല്ല, താനാ, വിജയൻ SPയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. SPയുടെ കണ്ണുകൾ കുറുകി. ആരടാ നിന്റെ തന്ത കഴിവേറി? നിന്റെയും അവന്റെയും കുടുംബം ഞാൻ കുളം തോണ്ടും, ബാസ്റ്റേർഡ്. SP മുരണ്ടു. ആ കഴിവേറി താനാ. SP-യുടെ നെറ്റിക്കു നേരെ വിരൽ ചൂണ്ടി വിജയൻ പറഞ്ഞു. CI ചാണ്ടിയും പോലീസുകാരും പോർട്ടർമാരും കൂടി നിന്ന ജനങ്ങളും നടുങ്ങി. ഓർക്കുന്നുണ്ടോ താൻ ശ്രീദേവിയെ, സഖാവ സുഗതനെ? വിജയന്റെ ശബ്ദം ചാട്ടലി പോലെ കൃഷ്ണദാസിന്റെ നെഞ്ചിൽ തറച്ചു. SP-യുടെ കണ്ണുകളിൽ ഒരു നടുക്കം മിന്നി. കാളിദാസനും അയാളുടെ കൂടെ നിന്ന പോർട്ടർമാർക്കും വിശ്വസിക്കാനായില്ല. വിജയൻ SP-യുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞതെന്താണ്? CI ചാണ്ടിയുടെയും പോലീസുകാരുടെയും അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. മറന്നു കാണും നിങ്ങൾ. ഓർമ്മയുടെ ചാരക്കൂമ്പാരത്തിൽ പരുതിയാൽ കാണാം കണ്ണുനീരിന്റെ തീക്കനലുകൾ പോലെ പാവം ശ്രീദേവിയെ. ഓർക്കുന്നോ നിങ്ങൾ? വിജയന്റെ ശബ്ദം കടലിരമ്പൽ പോലെ കനത്തതായിരുന്നു. എടാ റാസ്കൽ. CI ചാണ്ടി അത് സഹിക്കാനാവാതെ വിജയനെ പിടിച്ചു. വിജയൻ അവന്റെ കൈ തട്ടിക്കൊണ്ട് മുരണ്ടു. തുടരുത് റാസ്കൽ. ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് തനിക്കെന്താ കാര്യം? വിജയൻ ചാണ്ടിയുടെ നെഞ്ചിൽ കൈവച്ച് തള്ളിമാറ്റി. പോലീസുകാരുടെ ഇടയിലേക്ക് തിളച്ചുമറിഞ്ഞു പൊള്ളുന്ന ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു വിജയൻ. എല്ലാവരെയും വിറപ്പിച്ചിട്ടുള്ള സർക്കിൾ ഇടിയൻ ചാണ്ടി പോലും വിജയന്റെ അപ്പോഴത്തെ ഭാവം കണ്ട് തെല്ലുന്ന പരുങ്ങി. അത്തരമൊരു ഭാവം ഒരു മനുഷ്യനിലും അയാൾ കണ്ടിട്ടില്ല. മാർക്കറ്റ് നടങ്ങി നിൽക്കുകയാണ്. SP കൃഷ്ണദാസ് പകച്ചു നിൽക്കുകയാണ്. വിജയന്റെ മുഖവും ആ കണ്ണുകളും കണ്ടപ്പോൾ സിരാപടലത്തിൽ ഒരു ഭൂകമ്പമുണ്ടായതുപോലെ പോലീസ് സൂപ്രണ്ടിന് അനുഭവപ്പെട്ടു. SP-യുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് വിജയൻ. ഇരുമ്പിന്റെ കരുത്ത്. സ്വപ്നങ്ങൾ കൊടുത്ത് വഴിയാധാരമായ ശ്രീദേവിയെ എന്നേക്കുമായി ഓർമ്മകളുടെ ശ്മശാനത്തിൽ കുഴിച്ചു മൂടാൻ നിങ്ങൾക്കാവില്ല. വിജയൻ SP-യുടെ മുഖത്ത് നോക്കി പറഞ്ഞു. കൊടുങ്കാറ്റ് വീശുന്നത് പോലെ. അന്ന് നിങ്ങളുടെ യൂണിഫോമിൽ ഇത്രയും നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നില്ല, സർക്കിൾ കൃഷ്ണദാസ്. SP വിയർത്തൊഴുകി. ശ്രീദേവിയുടെ ആരാ നീ? SP-യുടെ ശബ്ദം കനത്തതായിരുന്നു. ഇനിയും വിശ്വാസമാകാത്തതുപോലെ. മകൻ. നിങ്ങളാദ്യം പറഞ്ഞില്ലേ, ആ തന്തയില്ലാത്ത മകൻ. കൃഷ്ണദാസിന്റെ കണ്ണുകളിലെ നടക്കം വ്യക്തമായിരുന്നു. അന്വേഷിച്ചു നടക്കുകയായിരുന്നു നിങ്ങളെ ഞാൻ ഇതുവരെ, വിജയൻ പറഞ്ഞു. SP കൈ വലിച്ചെടുത്തു. വിജയന്റെ കരണത്തരടി വീണു. എന്നെ അപമാനിക്കാൻ വന്നതാണോടാ നീ? വിജയന്റെ മുഖത്തെ മാംസപേശികൾ വിറച്ചു. കണ്ണുകളിൽ തീ പാറി. കൃഷ്ണദാസ് സർക്കിൾ ചാണ്ടിയെ നോക്കി നിർദ്ദേശിച്ചു. ഇവനെ പിടിച്ചുകൊണ്ടുപോ സാർ. SP കൃഷ്ണദാസ് വിജയനെ ഒന്നുകൂടി നോക്കിയിട്ട് കാറിൽ ചെന്ന് കയറി. ഇടിയൻ ചാണ്ടി വിജയന്റെ കഴുത്തിന് പിടിച്ചു. വിജയൻ അയാളുടെ നേരെ തിരിഞ്ഞു. കാണിച്ചു തരാമടാ നിന്നെ ഞാൻ. അയാൾ വിജയനെ ജീപ്പിന് നേരെ തള്ളി. പോലീസുകാർ ചുറ്റും മതിൽ പോലെ നിൽക്കുകയായിരുന്നു. അവരോട് തനിക്ക് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി വിജയിക്കാനാവില്ലെന്ന് വിജയനും മനസ്സിലായി. കേരള ജീപ്പില്. പോലീസുകാർ അയാളെ ബലമായി ജീപ്പിൽ കയറ്റി. അവന്റെ സുഹൃത്തുക്കൾ വല്ലാതായി. വിജയ, ഞങ്ങളും വരാം, ഉമ്മർ പറഞ്ഞു. മാർക്കറ്റ് റോഡിൽ ആളുകളുടെയും വാഹനങ്ങളുടെയും ശബ്ദം. ട്രാഫിക് പോലീസുകാർ ഓടി വന്നു. വിജയൻ വെളിയിലേക്ക് കൈയിട്ട് പറഞ്ഞു. വേണ്ട ഉമ്മറേട്ട, ഞാൻ പോയിട്ട് വരാം. ജീപ്പ് നിരങ്ങി റോഡിലൂടെ നീങ്ങി. വലിയ പുരുഷാരം ജീപ്പിന് പുറകിലുണ്ടായിരുന്നു. വിജയന്റെ കൂട്ടുകാരായ പോർട്ടർമാർ എന്തു ചെയ്യണമെന്നറിയാതെ. അരവിന്ദനും സഹദേവനും ജോയിയും റോയിയും മറ്റു 4 പേരുമുണ്ട്. ഇടിയൻ ചാണ്ടി ഇന്ന് വിജയനെ ഇടിച്ച് തരിപ്പണമാക്കും. ഈ ആൾക്കൂട്ടത്തിൽ വെച്ച് നാണം കെട്ടതിന്റെ പക എങ്ങനെയായാലും അയാൾ തീർക്കാതിരിക്കൂല, റോയി പറഞ്ഞു. വിജയനെ അങ്ങനെ കൈവയ്ക്കാൻ അയാൾ മടിക്കും. കാരണം വിജയൻ SP-യുടെ മകനല്ലേ, ഉമ്മർ അഭിപ്രായപ്പെട്ടു. അവൻ പറഞ്ഞത് സത്യമാണോ ഉമ്മറേട്ട? അരവിന്ദൻ പറഞ്ഞു. പിന്നല്ലാതെ. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് വിജയൻ നുണ പറയുമെന്ന് തോന്നുന്നുണ്ടോ? ജോയ് ചോദിച്ചു. അത് ശരിയാ. സഹദേവൻ ജോയിയെ പിന്താങ്ങി. ശ്രീദേവിയെയും സഖാവ് സുഗതനെയും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ SP-യുടെ മുഖത്ത് കളറ് മാറിയത് കണ്ടോ? വിജയനെ മകനായിട്ട് അയാൾ അംഗീകരിക്കുമോ? ഉമ്മർ ചോദിച്ചു. അയാൾക്കത് അംഗീകരിക്കാൻ പറ്റുമോടാ? അയാളുടെ ഭാര്യയും പിള്ളേരും സമ്മതിക്കുമോ? ഇപ്പോൾ തന്നെ SP-യുടെ അഡ്രസ്സ് പോയില്ലേ? റോയ് പറഞ്ഞു. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചല്ലേ വിജയനത് പറഞ്ഞത്. നാട്ടുകാരുടെയും സർക്കിളിന്റെയും പോലീസുകാരുടെ മുന്നിൽ SP നാണം കെട്ടുപോയി. കണ്ടോ അയാൾ ഒന്നും വയ്യാത്തതുപോലെ നിന്നത്. അവസാനം ആ ദേഷ്യത്തിന് അയാൾ വിജയനെ തല്ലിയത്.
എന്റെ റോയി ഓർക്കപ്പുറത്തൊരുത്തൻ മകനാണെന്ന അവകാശം പറഞ്ഞു വന്ന SP അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവനെ ഒതുക്കി ശരിയാക്കും. ചിലപ്പോൾ തട്ടിക്കളയാനും മതി. ഇടിയൻ ചാണ്ടി വിചാരിച്ചാൽ എന്തു ചെയ്യാനാ പറ്റാത്തത്? കാശുണ്ടെങ്കിൽ എന്ത് കേസും ഒതുക്കി തീർക്കാനും പറ്റും. ചാണ്ടിക്കാണെങ്കിൽ വിജയനെ അരച്ചു കലക്കി കുടിക്കാനുള്ള പകയുണ്ട്. ജീവിതത്തിൽ ആദ്യമായിരിക്കും ചാണ്ടിക്ക് തിരിച്ചടി കിട്ടുന്നത്, അരവിന്ദൻ പറഞ്ഞു. അതെ അതെ, ഉമ്മർ സമ്മതിച്ചു. നമുക്കാദ്യം നമ്മുടെ ഓഫീസിൽ അറിയിക്കാം. സെക്രട്ടറി സ്റ്റേഷനിലേക്ക് വിളിച്ചോളും, റോയി പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ പോലീസ് പിടിച്ചിട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ ശരിയാവില്ല, അതും വിജയനെ, റോയി പറഞ്ഞു. അപ്പോൾ സിമന്റ് ലോഡോ പകുതി ഇറക്കിയതാ. സഹദേവൻ അവരെ നോക്കി. അതവിടെ കിടക്കട്ടെ, ഇപ്പൊ വിജയനെ നമുക്ക് വലുത്. വാടാ. ഉമ്മർ നടന്നു. കൈലാസ് കൂട്ടുകാരുമൊത്ത് റെസ്റ്റോറന്റിലിരുന്ന് കോള കുടിക്കുകയും പുക വലിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് ഒരു കൂട്ടുകാരനുമൊത്ത് ബൈക്കിൽ വന്നിറങ്ങി. കൈലാസിന്റെ അടുത്തേക്ക് ഓടിവന്ന് പറഞ്ഞു, എടാ, നിന്റെ ഡാഡിയെ ആ പോർട്ടർ വിജയൻ തല്ലി. കൈലാസ് ചാടി എഴുന്നേറ്റു. നീങ്ങി വന്നേ. ഫ്രാൻസിസ് കൈലാസിനെ വിളിച്ച് വെളിയിൽ കൊണ്ടുപോയി സംസാരിച്ചു. കൈലാസ് നടുങ്ങി. സത്യമാണോടാ? കൈലാസ് അലറി. അതേടാ, നിനക്കും നിന്റെ ചേച്ചി രൂപയ്ക്കും മുൻപ് നിന്റെ ഡാഡിക്കുണ്ടായ മകനാ വിജയൻ. അയാൾ ആ മാർക്കറ്റ് മുഴുവൻ കേൾക്കുമാറ് വിളിച്ചു കൂകിയത് ഞാൻ കേട്ടതാണ്, ഫ്രാൻസിസ് പറഞ്ഞു. കൈലാസ് വിളറി വെളുത്തുപോയി. അധ്യായം 9. വണ്ടിത്താവളം കോളനിയിലേക്ക് കാളിദാസന്റെ ചക്കരമത്ത് ഓട്ടോ പാഞ്ഞു വന്നു. വിജയന്റെ വീടിന് മുന്നിൽ ഓട്ടോ നിന്നു. കാളിദാസൻ ഓട്ടോയിൽ നിന്നിറങ്ങി ഓടിച്ചെന്നു. ശ്രീദേവി അമ്മേ, ശ്രീദേവി അമ്മേ. അപ്പോഴേക്കും അയാളെ കണ്ട് സതിയും സരസ്വതിയും വീട്ടിൽ നിന്നിറങ്ങി വന്നു. എന്താ കാളിദാസ? ശ്രീദേവി വാതിൽക്കലെത്തി. കാളിദാസന് പറയാനൊരു മടി, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല. ശ്രീദേവി അമ്മേ, വിജയനെ പോലീസ് പിടിച്ചു. എന്തിനാ ചേട്ടാ? ശ്രീദേവി അമ്മയേക്കാൾ ഉത്കണ്ഠയോടെ സതിയും സരസ്വതിയുമാണ് ചോദിച്ചത്. വിജയൻ ഇടിയൻ സർക്കിൾ ചാണ്ടിയുമായി ചന്തയിൽ കിടന്ന് അടിയുണ്ടാക്കി. സർക്കിളെ വിജയൻ എടുത്തിട്ട് മെതിച്ചു. അപ്പോഴാണ് SP കൃഷ്ണദാസ് വന്നത്. കൃഷ്ണദാസുമായി വിജയൻ ഉടക്കി. SP-യെയും തല്ലിയോ? സതിക്ക് അതറിയണം. വിജയനെ അവര് കൊണ്ടുപോയി. പോർട്ടർമാരെല്ലാം പോയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക്. ശ്രീദേവി അമ്മയെ വിവരം അറിയിക്കാനാ ഞാൻ വന്നത്. വിജയനെ പോലീസുകാർ വെറുതെ വിടൂല. അതുമാതിരി അവൻ ഇടിയൻ ചാണ്ടിയോട് പെരുമാറിയത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിജയനെ പഴയതുപോലെ തിരിച്ചു കിട്ടൂല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ മേല. കാളിദാസന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇടിവെട്ടേറ്റതുപോലെയായി ശ്രീദേവി. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ സഹിക്കണ്ടേ? ശ്രീദേവി വേച്ചു വീഴാൻ തുടങ്ങി. സതിയും സരസ്വതിയും ഇരുവശത്തും പിടിച്ച് അകത്തെ കസേരയിൽ കൊണ്ടു ചെന്നിരുത്തി. ശ്രീദേവി അമ്മ ധൈര്യമായിട്ടിരിക്കെ. വിജയൻ ചേട്ടന് ഒന്നും ഉണ്ടാവില്ല. വിജയൻ ചേട്ടൻ വഴക്കുണ്ടാക്കിയെങ്കിൽ അതിന് കാരണം കാണും. ന്യായമില്ലാത്ത ഒരു കാര്യത്തിനും വിജയൻ ചേട്ടൻ പക്ഷം പിടിക്കൂല, എനിക്കുറപ്പാ. സരസ്വതി ശ്രീദേവിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ശ്രീദേവി അമ്മേ. കാളിദാസൻ അടുത്തു വന്നു. DSP-യെ തല്ലാൻ കൈയുയർത്തിയപ്പോൾ വിജയൻ ആ പിടിക്ക് 2-3 ഡയലോഗ് അടിച്ചു. ശ്രീദേവി മുഖമുയർത്തി അവനെ നോക്കി. SP വിജയന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ അത് നീയാടാ എന്ന് പറഞ്ഞു. അറിയാമോ നിനക്ക് ശ്രീദേവിയെയും സഖാവ് സുഗതനെയും എന്ന് ചോദിച്ചപ്പോൾ SP നടുങ്ങിപ്പോയി. അത് കേട്ട ശ്രീദേവി വിളറിപ്പോയി. എന്റെ മോനത് പറഞ്ഞോ? അയാളെ കണ്ടുമുട്ടിയോ? കാളിദാസന് എല്ലാം മനസ്സിലായി. കണ്ടുമുട്ടി. അതൊരു മുട്ടലായിരുന്നു. സത്യമാണോ ശ്രീദേവി അമ്മേ? കാളിദാസൻ ചോദിച്ചു. വിശ്വസിക്കാനാവാതെ സതിയും സരസ്വതിയും ശ്രീദേവിയെ ഉറ്റുനോക്കി. ശ്രീദേവി കൈത്തലങ്ങളിൽ മുഖം പൊത്തിക്കരഞ്ഞു. എന്നാ പേടിക്കണ്ട ശ്രീദേവി അമ്മേ. വിജയനെ ഇനി തല്ലാനൊന്നും ചാണ്ടിയുടെ കൈയിന് പൊങ്ങൂല. വിജയനെ തല്ലാൻ SP സമ്മതിക്കുമോ? അഥവാ തല്ലിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കുമോ? കാളിദാസൻ പറഞ്ഞു. കാളിദാസ, എനിക്കെന്റെ മോനെ കാണണം. പോലീസുകാർ അവനെ ഉപദ്രവിക്കും. ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛനോടുള്ള പകയുമായി വളരുന്നതാ എന്റെ മോൻ. ആ ചതിയൻ എന്റെ മോനെ ഉപദ്രവിക്കും. അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ശ്രീദേവി അമ്മ അവനോടൊപ്പം പോകാനായി എഴുന്നേറ്റു. ശ്രീദേവി അമ്മ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോകണ്ട. സംഘർഷം ഒന്നാറട്ടെ. ഞാൻ പോയി അന്വേഷിച്ചു വരാം. ഞങ്ങൾ ഓട്ടോക്കാർ മുഴുവൻ വിജയന്റെ കൂടെയുണ്ട്. പിന്നെ പോർട്ടർമാരും. എല്ലാ പാർട്ടിക്കാർക്കും വിജയനെ ഇഷ്ടമാ ശ്രീദേവി അമ്മേ. സർവ്വരാജ്യത്തും തൊഴിലാളി തന്നെയാ. ഞങ്ങൾ ഒറ്റക്കെട്ട. ഞാൻ പോയിട്ട് വരാം. കാളിദാസൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ സഖാവ് രാഘവൻ ഓട്ടോയ്ക്കടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ബീഡി പുകച്ചുകൊണ്ട്. രാഘവേട്ട, ഒരു പ്രശ്നമുണ്ടായി. ഞാൻ അറിഞ്ഞടാ കാളി. വിജയനെ ചാണ്ടി പിടിച്ചതല്ലേ? അയാളെ തല്ലിയതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഇന്നലെ ബോർഷ്വാസിയുടെ പണി നഷ്ടപ്പെട്ടു. ഇന്ന് ഉദ്യോഗസ്ഥന്റെ മർദ്ദനം. ഞാനും വരുന്നടാ. വിജയൻ നമ്മുടെ സഖാവല്ലേ? കാക്കിധാരികളെല്ലാം ബോർഷ്വാസികളുടെ ആയുധങ്ങളാടാ. സഖാവ് രാഘവനും ഓട്ടോയിൽ കയറി ചക്കരമുത്ത് ടൗണിലേക്ക് പാഞ്ഞുപോയി. വിജയനെ സർക്കിൾ ഓഫീസിലെ മുറിയിൽ നിർത്തിയിരിക്കുകയാണ്. നടന്ന സംഭവങ്ങൾ അറിഞ്ഞ് പോലീസുകാരെല്ലാവരും അവനെ വന്ന് നോക്കി. ഇടിയൻ ചാണ്ടിയെ തല്ലിയവൻ, അതിലുപരി പോലീസ് സൂപ്രണ്ടിന്റെ മകൻ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പോലീസുകാർ എടുത്തിട്ട് പെരുമാറിയേനെ. പ്രതികളെ തല്ലാൻ വേണ്ടി തന്നെയുള്ള പോലീസുകാരുണ്ട്.
അവരും വിജയനെ വന്ന് നോക്കി ചുറ്റും നടന്നതല്ലാതെ കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചില്ല. CI ചാണ്ടി യൂണിഫോം മാറാനും ദേഹം വേദനയ്ക്ക് ട്രീറ്റ്മെന്റിനായി ഡോക്ടറെ കാണാനുമായി പോയിരിക്കുകയായിരുന്നു. തുടരെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു. SI ബെന്നിയാണ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. വിജയന്റെ ദേഹത്തും മാർക്കറ്റിലെ ചെളിയായിരുന്നു. PC തോമസും രാജനും വിജയനെ രണ്ട് പൊട്ടിക്കാൻ കഴിയാത്ത വിഷമത്തിലായിരുന്നു. സ്റ്റേഷന് വെളിയിൽ പോർട്ടർമാരും ഓട്ടോക്കാരും കൂടി നിന്നു. CI ചാണ്ടി വന്നു. അയാൾ വിജയന്റെ അടുത്തേക്ക് വന്നു. അയാളുടെ കയ്യിലും മുഖത്തും അടികൊണ്ട് തിണർത്തു ചുവന്ന ചതവുകൾ. നീ വലിയ റൗഡിയാണല്ലേ? ചാണ്ടി കൈകൊണ്ട് വിജയന്റെ മുഖമടച്ചു പിടിച്ചു. വിജയൻ ആ കയ്യിൽ പിടിച്ച് ബലമായി മാറ്റി. എന്റെ ദേഹത്ത് കൈവച്ചില്ലേ നീ? ചാണ്ടി വിജയനെ അടിച്ചു. കരണം പുകഞ്ഞ് വിജയൻ കറങ്ങിപ്പോയി. കണ്ണുകളിൽ ഇരുട്ട് കയറി. അവൻ കുഴഞ്ഞു വീഴുന്നത് പോലെ വേച്ചുപോയി. SP അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിയോടാ നീ, ബാസ്റ്റേഡ്! വിളിച്ചുകൊണ്ട് ചാണ്ടി വിജയനെ ചവിട്ടി. വിജയൻ ആ കാല് തട്ടിക്കളഞ്ഞു. സർക്കിൾ വിജയനെ തല്ലുന്നു. ജനലിലൂടെ അത് കണ്ടുനിന്ന അരവിന്ദൻ വിളിച്ചു പറഞ്ഞു. ഉമ്മറും സഹദേവനും റോയിയും അത് കണ്ടു. കാല് തട്ടിയത് ചാണ്ടിക്ക് സഹിച്ചില്ല. അയാൾ വിജയന്റെ കരണത്തടിച്ചു. ഇത്തവണ വിജയൻ ശക്തിയായി തട്ടി. എടോ, ഇതുവരെയും ഞാൻ ക്ഷമിച്ചു. തന്നെ ഞാൻ തല്ലിയത് താൻ പോക്രത്തരം കാണിച്ചിട്ടാ. എന്ത് ചാർജാ എന്റെ പേരിലുള്ളത്? എന്തെങ്കിലും പരാതിയുണ്ടോ? എനിക്കറിയണം. അല്ലാതെ എന്നെ തല്ലിയാൽ പിന്നെ താൻ ബാക്കി ഉണ്ടാവില്ല. വിജയൻ അലറി. പോലീസ് സ്റ്റേഷനാണെന്നുള്ള തിണ്ണമെടുക്ക് കാണിച്ചാൽ കഴിവേറുടെ മോനെ, എനിക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നിന്നെ കാച്ചിയിട്ടേ ഞാൻ പോകൂ. വിളിക്കടാ നിന്റെ SP-യെ. ആ നാറിയോട് ഞാൻ സംസാരിക്കാം. അവനല്ലേ എന്നെ കൊണ്ടുവരാൻ പറഞ്ഞത്? വിജയന്റെ ഭാവം കണ്ട് ചാണ്ടിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അധ്യായം 10. വിജയനെ അരച്ചു കലക്കി കുടിക്കാനുള്ള പകയുണ്ട് CI ചാണ്ടിക്ക്. പക്ഷേ ഒരു ഉൾഭയം. പുറത്ത് പോർട്ടർമാർ കൂട്ടമായുണ്ട്. മാത്രമല്ല വിജയന്റെ പേരിൽ ഒരു ചാർജുമില്ല. SP വിളിച്ചു പറഞ്ഞതേയുള്ളൂ. ഒരു പ്രശ്നമുണ്ടായാൽ തന്റെ ജോലി തെറിക്കും. മാത്രമല്ല ഇപ്പോൾ ഇവൻ SP-യുടെ മകനാണെന്നും പറയുന്നു. അദ്ദേഹം അത് സമ്മതിച്ച മട്ടാണ്. തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരവസ്ഥയെ ചാണ്ടി തരണം ചെയ്തിട്ടില്ല. ചാണ്ടി വിജയന്റെ പിടിയിൽ നിന്നും കൈവലിച്ചു. നിനക്ക് ഞങ്ങളെ ഇനിയും മനസ്സിലായിട്ടില്ല. ചാണ്ടി മുരണ്ടു. വിജയൻ അയാളെ ക്രോധത്തോടെ നോക്കുക മാത്രം ചെയ്തു. ഫോൺ വന്നത് SI അറ്റൻഡ് ചെയ്തു. സാറിനാണ് ഫോൺ, SI ബെന്നി പറഞ്ഞു. ചാണ്ടി ചെന്ന് അറ്റൻഡ് ചെയ്തു. പാർട്ടി ഓഫീസിൽ നിന്നാണ്. ഞങ്ങളുടെ ഒരു പോർട്ടറെ മാർക്കറ്റിലിട്ട് നിങ്ങൾ തല്ലിയോ? അതിന് കാരണമുണ്ട്. എന്ത് കാരണം? അയാൾ എന്തെങ്കിലും കൊല ചെയ്തോ? അതോ മോഷണം നടത്തിയോ? അതുമല്ലെങ്കിൽ വലിയ വീട്ടിലെ പെമ്പിള്ളേരെ കയറി പിടിച്ചോ? കനത്ത ശബ്ദം. അതൊന്നുമല്ല. പിന്നെ എന്ത് ചുക്കാടോ? ദേഷ്യം പൂണ്ട ശബ്ദം. തന്റെ ഭാര്യയും മക്കളും തിരുവല്ലായിലല്ലേ? തനിക്ക് വയനാട്ടിലേക്കൊരു ട്രാൻസ്ഫർ തരട്ടെ. തനിക്ക് അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ചാണ്ടിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. അത് SP-യുടെ നിർദ്ദേശപ്രകാരമാണ്. ഞാൻ 2 പോലീസുകാരെ അയച്ചിട്ടയാൾ വന്നില്ല. എന്നോടയാൾ പ്രകോപനപരമായി പെരുമാറി. ചാണ്ടി വളരെ താണു. SP-യും അയാളും അച്ഛനും മകനുമല്ലേ? അതിൽ താനെന്തിനാണ് ഇടപെടുന്നത്? അല്ലേലും താനത്ര മര്യാദക്കാരനൊന്നുമല്ലല്ലോ. തന്റെ പേര് അപ്പനിട്ടതൊന്നുമല്ലല്ലോ നാട്ടുകാർ വിളിക്കുന്നത്. ഇടിയൻ ചാണ്ടി എന്നല്ലേ? അത് നാട്ടുകാർ സന്തോഷം കൊണ്ടൊന്നും ഇട്ടതല്ലല്ലോ. ഒരു റൗഡിക്ക് ഇടാവുന്ന പേരല്ലേ? സഹിക്കാവുന്നതിലും അധികമായിരുന്നു അത്. നീ ആരാടാ റാസ്കൽ ഇത്രയങ്ങ് ഭരിക്കാൻ? ചാണ്ടി പൊട്ടിത്തെറിച്ചു. പോലീസിനോട് കളിച്ചാൽ അടി മേടിക്കും ആരായാലും. താനെന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കത്തല്ലേ ഉള്ളൂ. വിഴുങ്ങത്തൊന്നുമില്ലല്ലോ. ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാമോ? മറുവശത്തു നിന്ന് ഭീഷണി. താൻ ആരായാലും എനിക്കെന്താ? ചാണ്ടി ഫോൺ വെച്ചു. അയാളാകെ വിയർത്തുപോയി. അങ്ങനെയങ്ങ് പറഞ്ഞെങ്കിലും ഉള്ളിലൊരു നടുക്കം. SP-യാണ് എല്ലാറ്റിനും കാരണം. എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പോൾ കാണാനില്ല. SP ഓഫീസിലേക്ക് വിളിച്ചു. അദ്ദേഹം അവിടെ ഇല്ലെന്നാണ് മറുപടി കിട്ടിയത്. എവിടെ പോയെന്നറിയില്ല. ഇനി എന്ത് ചെയ്യും? ചാണ്ടി മുഖം തുടച്ചു. മുഖമുയർത്തി നോക്കിയപ്പോഴാണ് കൈലാസ് കടന്നു വരുന്നത് കണ്ടത്. ചാണ്ടി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കൈലാസ് വിജയന്റെ അടുത്തേക്ക് ചെന്നു. തീ പാറുന്നത് പോലെയാണ് ആ കണ്ണുകൾ കൂട്ടിമുട്ടിയത്. ഡാ, നീ എന്റെ ഡാഡിയെ അപമാനിച്ചോ? നീ പോടാ. വിജയൻ അവന് പുല്ലുവില പോലും കൽപ്പിച്ചില്ല. റാസ്കൽ. കൈലാസ് വിജയനെ തല്ലാനായി കൈയോങ്ങി. SI സാബു വന്ന് അയാളെ തടഞ്ഞു. കൈലാസ്, എന്താണ് ഈ കാണിക്കുന്നത്? പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാളെ തല്ലാൻ ശ്രമിക്കുകയോ? എന്നാൽ നിങ്ങൾ തല്ല്. ഇവനെ അടിച്ച് പരിപ്പെടുക്ക്. കൈലാസ് ശോഭിച്ചു വിറച്ചു. പോലീസിനെ തൊട്ടാൽ തൊട്ടവനെ നിങ്ങൾ വിടുമോ? എന്റെ ഡാഡിയെ ഈ പുല്ലൻ തല്ലിന്ന് കേട്ടിട്ട് തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ചാണ്ടി അവിടേക്ക് ചെന്ന് അയാളെ ചുമലിൽ പിടിച്ചു. കൈലാസ് വാ, ബഹളം വെച്ച് സ്വയം നാറ്റിക്കല്ലേ. ഇടിച്ചു കൊല്ലടോ ഈ നായിന്റെ മോനെ. കൈലാസ് ചാണ്ടിയോടലറി. എന്ത് കേസ് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. അതിനു മുൻപ് കൈലാസ്, ഡാഡി എവിടെയാണെന്ന് കണ്ടുപിടിക്ക്. ഡാഡിയാണ് എന്നോട് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പറഞ്ഞത്. അതീവൻ എന്നെ തല്ലിയിട്ട. പുറത്ത് കിട്ടിയാൽ ഇവനെ ഞാൻ കാച്ചും. ആളുകളെയൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തിനാണ് ഇവൻ കൈലാസിനെ തല്ലിയത്? ചാണ്ടി ചോദിച്ചു. കൈലാസ് ചുറ്റും നോക്കി. SIയും പോലീസുകാരും ശ്രദ്ധിക്കുകയാണ്. ദീപയെ പിടിച്ചിട്ടാണെന്ന് പറയാൻ പറ്റുമോ?
ഒരു തെമ്മാടിക്ക് തല്ലാൻ കാരണം വല്ലതും വേണോ? എന്നാലും ഒരു കാരണവുമില്ലാതെ ഇയാൾ ആരെയും തല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാണ്ടി കൈലാസിനെ നോക്കി. അതൊന്നും നിങ്ങൾ അറിയണ്ട. കൈലാസിന് ദേഷ്യം വന്നു. നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യുകയാണോ? സത്യമറിയാൻ ചോദിച്ചെന്നേയുള്ളൂ. ഞാൻ പറയുന്നത് ചെയ്താൽ മതി. കൂടുതൽ സത്യമൊന്നും അറിയണ്ട. ചാണ്ടിക്ക് അവന്റെ കരണത്തൊന്ന് പൊട്ടിക്കാൻ കൈ തരിച്ചതാണ്. അത് മറ്റൊരു പ്രശ്നമാകണ്ടെന്ന് കരുതി നിയന്ത്രിച്ചു. SP അദ്ദേഹം പറഞ്ഞിട്ടാ വിജയനെ കസ്റ്റഡിയിലെടുത്തത്. ഇനി എന്ത് ചെയ്യണമെന്നും അദ്ദേഹം പറയട്ടെ. CA ചാണ്ടി പറഞ്ഞു. പുറത്തു നിൽക്കുന്ന പോർട്ടർമാരെ കണ്ടോ? കൈലാസിന്റെ ചുണ്ടുകൾ വലിഞ്ഞു. ഇവന്റെ പേരിൽ കുറെ കേസുകളുണ്ട്. ചാർജ് ചെയ്യ്. പുറത്തിറങ്ങരുത്. ഞങ്ങളെ അപമാനിച്ചവൻ അതിന് അനുഭവിക്കണം. ഞാൻ കാണട്ടെ. കൈലാസ് ഭൂമി കുലുക്കിക്കൊണ്ട് വെളിയിലേക്ക് പോയി. അമ്പാടി ഗേറ്റ് കടന്ന് കാർ വന്നപ്പോൾ ദീപയും മുത്തച്ഛനും മുത്തശ്ശിയും ഉത്കണ്ഠയോടെ നോക്കി നിൽക്കുകയായിരുന്നു. കാർ പോർച്ചിൽ നിന്നപ്പോൾ ദീപ ഓടിച്ചെന്ന് ഡോർ തുറന്നു. ഗോപികൃഷ്ണൻ കാൽ പുറത്തേക്ക് ചവിട്ടി. ഓഫീസിലെ വിവരങ്ങൾ പഠിക്കാൻ പോയതായിരുന്നു അദ്ദേഹം. ദീപ പറഞ്ഞ വിവരങ്ങൾ വെച്ച് മാതാ കാറ്റിൽ ഫീഡിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തീരെ തൃപ്തികരമായി തോന്നിയില്ല. എന്താ ഡാഡി താമസിച്ചത്? എന്തു പറ്റിയെന്ന് ഓർത്തുപോയി ഞങ്ങൾ. ഡാഡിയെ പിടിച്ചിറക്കിക്കൊണ്ട് ദീപ ചോദിച്ചു. അദ്ദേഹം മകളുടെ ചുമലിൽ പിടിച്ച് സ്വാധീനമില്ലാത്ത കാൽ ബലം കൊടുക്കാതെ വടികുത്തി നടന്നു. ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ പുറപ്പെട്ടുവെന്ന് പറഞ്ഞു. 1 മണിക്കൂറായിട്ടും ഇവിടെ എത്തിയില്ല. നീ ഇവിടെ പോയിരുന്നു മോനെ? മുത്തശ്ശി ചോദിച്ചു. കാർ റോഡിലേക്ക് ഇറക്കിയപ്പോൾ മാർക്കറ്റിൽ ഒരു ബഹളം. സകലരും സ്തംഭിച്ചു. ഗോപികൃഷ്ണൻ പറഞ്ഞു. ട്രാഫിക് പോലീസുകാർ വന്നില്ലേ ഡാഡി? ദീപ ചോദിച്ചു. പോലീസുകാരും ഒരു പോർട്ടറും തമ്മിലാ അടി. പിന്നെങ്ങനെ നേരെയാകുന്നത്? SP വരെ തല്ലിയെന്നാ കേട്ടത്. പോലീസിനെ തല്ലുകേ? ഇത് കലികാലം. ശിവ. മുത്തശ്ശി അത്ഭുതം കൂറി. മുത്തശ്ശി, ഇത് വെറും അടിയല്ലായിരുന്നു. നല്ല തീ പാർന്ന അടി. ഞാൻ കണ്ടതാ. ഡ്രൈവർ ആവേശത്തോടെ പറഞ്ഞു. ആ പോർട്ടറെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ഇടിയൻ ചാണ്ടിയുടെ നട്ടും ബോൾട്ടും അവൻ ഇടിച്ചു പൊട്ടിച്ചു. അവനാ സിംഹക്കുട്ടി. പോർട്ടർ എന്തിനാ സർക്കിളുമായി അടിയുണ്ടാക്കിയത്? സർക്കിൾ അവനെ തല്ലി. അവൻ തിരിച്ചു തല്ലി. അയാളുടെ ചങ്കൂറ്റം അപാരം തന്നെ. ആരാ ആ പോർട്ടർ? ദീപ ചോദിച്ചു. വിജയൻ. അങ്ങനെ പറയുന്നതാ കേട്ടത്. ഡ്രൈവർ പറഞ്ഞു. വിജയനോ? ദീപയ്ക്ക് ഉത്കണ്ഠയായി. എന്താ മോളെ? അയാളെ മോൾക്കറിയാമോ? ഗോപികൃഷ്ണൻ ചോദിച്ചു. ഡാഡി, ഇന്നലെ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചയാളുടെ പേരും വിജയൻ എന്നാ. അയാളൊരു റൗഡിയാണോ മോളെ എല്ലാരോടും മെക്കിട്ട് കയറാൻ? മുത്തശ്ശൻ ചോദിച്ചു. അയാൾ അത്തരക്കാരനാണെന്ന് തോന്നുന്നില്ല മുത്തശ്ശ, ദീപ പറഞ്ഞു. എന്തെങ്കിലും തക്കതായ കാരണം കാണും. ഒരു പ്രത്യേക സ്വഭാവമാ അയാൾക്ക്. എന്തായാലും അവസാനം അയാളെ പോലീസ് കൊണ്ടുപോയി. ഡ്രൈവർ പറഞ്ഞു. ഇനി തിരിച്ചു കിട്ടിയാൽ തന്നെ യക്ഷി പിടിച്ചതുപോലെ എല്ലും നഖവും മാത്രമേ കാണുകയുള്ളായിരിക്കും. SP അവൻ ഉടക്കിയത്. ദീപ നടുക്കത്തോടെ ഡ്രൈവറെ നോക്കി. ബൈക്കിൽ നിന്നിറങ്ങിയ കൈലാസ കൊടുങ്കാറ്റ് പോലെയാണ് വീട്ടിലേക്ക് ചെന്നത്. സ്വീകരണ മുറിയിൽ നിൽക്കുകയായിരുന്നു SP കൃഷ്ണദാസ്. ഡാഡി! ഇടിമുഴക്കം പോലെയായിരുന്നു അവന്റെ ശബ്ദം. മകനെ തിരിഞ്ഞു നോക്കിയ SP മുഖം വിയർത്തു. വേണിയും രൂപയും അവിടെ ചിലകളെപ്പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. വേണി പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ചോദിക്കടാ മോനെ, ആ പോർട്ടർ ആരാണെന്ന്? മാർക്കറ്റിൽ പോയി തല്ലുകൊണ്ടിട്ട് ഡാഡി വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ചങ്കിൽ കുത്തിക്കീറുന്നത് പോലെ ഭാര്യ ഗർജിച്ചപ്പോൾ SP വിയർത്തൊഴുകി. കണ്ണുകൾ ഇരുണ്ടു. അധ്യായം 11. SP കൃഷ്ണദാസ് കുരുക്ഷേത്രത്തിൽ നിൽക്കുന്ന ആയുധമില്ലാത്ത അർജുനനെ പോലെ ഭാര്യയെയും മക്കളെയും നോക്കി. മാർക്കറ്റിൽ വെച്ചുണ്ടായതിനേക്കാൾ വലിയ അപമാനമാണിത്. പറയ് ഡാഡി, ആ പോർട്ടർ ആരാ? കൈലാസ് വിറച്ചു. എന്റെ മകനാ ചോദിക്കുന്നത്. അവനോട് മറുപടി പറയ്. വേണി ഗർജിച്ചു. കൃഷ്ണദാസിന്റെ മുഖത്തുകൂടി വിയർപ്പ് ചാലുകൾ ഒഴുകി. അദ്ദേഹം മകളുടെ നേരെ കണ്ണുകൾ അയച്ചു. വൃത്തികെട്ട ഒരു കൊലയാളിയെ നോക്കുന്നത് പോലെയുള്ള വെറുപ്പാണ് രൂപയുടെ മുഖത്ത് കണ്ടത്. താൻ പിടികൂടി ശിക്ഷിച്ചിട്ടുള്ള കുറ്റവാളികൾ പോലും ഇത്തരത്തിൽ തന്നെ നോക്കിയിട്ടില്ലെന്ന് കൃഷ്ണദാസിന് തോന്നി. നരഭോജികളുടെ നാട്ടിലെത്തിയതുപോലെ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഹൃദയവേദന കൊണ്ട് കൃഷ്ണദാസ് ചേതനയേറ്റതുപോലെ നിന്നു. രൂപ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് 2 ചുവടുകൾ വെച്ചു. ഇതിനേക്കാൾ ഭേദം ഡാഡി ഞങ്ങളെ കൊല്ലുന്നതാണ്. ആ ചന്തയെ ചേട്ടനെന്ന് വിളിക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇടിവാൾ പോലെയാണ് മകളുടെ വാക്കുകൾ കൃഷ്ണദാസിന്റെ ഹൃദയത്തിൽ തറച്ചത്. അദ്ദേഹം ദയനീയമായി അവളെ നോക്കി. വേണി ചോദിച്ചു. എന്നെയും എന്റെ മക്കളെയും അപഹാസ്യരാക്കണോ? എന്റെ മോൻ നാണം കെട്ടിട്ടാണ് ഓടി വന്നിരിക്കുന്നത്. സർക്കിൾ ചാണ്ടി അവനോട് ചോദിച്ചതെന്താണെന്ന് അറിയാമോ? പോയി ഡാഡിയോട് ചോദിക്കാൻ. ആ പോർട്ടർ സർക്കിൾ ഓഫീസിൽ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളാണ് അവന്റെ അച്ഛനാണെന്നതാണ് അവന്റെ ധൈര്യം. ഇനി നിങ്ങൾക്കെങ്ങനെ ആ പോലീസുകാരുടെ മുന്നിൽ ചെല്ലാൻ ധൈര്യമുണ്ടാകും? പരിഹസിച്ച് ചിരിക്കില്ലേ? കരള് തകർന്നതുപോലെയായിരുന്നു ഭാര്യയുടെ വാക്കുകൾ. നിർത്തടി! കൃഷ്ണദാസ് ഭ്രാന്തമായി അലറി. എന്തിനാ മമ്മിയോട് ദേഷ്യപ്പെടുന്നത്? കൈലാസ് ചോദിച്ചു. ആ പോർട്ടർ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും. ഡാഡി എന്താ മിണ്ടാത്തത്? അവൻ പറഞ്ഞത് കള്ളമാണ്. എന്നെ അപമാനിക്കാൻ വേണ്ടി, കൃഷ്ണദാസ് പറഞ്ഞു.
അത് ശരി, ആ റാസ്കലിനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. വേണി ഫോണിനടുത്തേക്ക് ചെന്ന് സർക്കിൾ ഓഫീസിലേക്ക് വിളിച്ചു. ചാണ്ടിയാണോ? എസ് പിയുടെ മിസ്സസാണ് വേണി. ആ പോർട്ടറെ നിങ്ങളെന്ത് ചെയ്തു? ഇവിടെയുണ്ട് മാഡം. CI ചാണ്ടിയുടെ ശബ്ദം. ആ ബാസ്റ്റഡിനെ അടിച്ച് ശരിയാക്ക്. എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു മകനില്ല. അവൻ ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി കരുതിക്കുട്ടി ചെയ്തതാ. പെട്ടെന്ന് കൃഷ്ണദാസ് ഫോൺ പിടിച്ചു വാങ്ങി. എടോ, അവനെ പിടിച്ചു കൊല്ലുകയൊന്നും ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാണത് ചെയ്തതെന്നാവും. പിന്നെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. താൻ തന്റെ സ്വഭാവമൊന്നും കാണിക്കരുത്. രൂപയും കൈലാസും പരസ്പരം നോക്കി. വേണി ഫോൺ തട്ടിപ്പറിച്ചു. എടോ ചാണ്ടി, അവനിനി ജീവനോടെ ഇരിക്കരുത്. എന്തു കേസ് വന്നാലും ഞാനേറ്റു. തന്നെ മാർക്കറ്റിലിട്ട് പട്ടിയെ പോലെ തല്ലിയില്ലടോ. തനിക്കിനി ടൗണിൽ ഇറങ്ങാൻ പറ്റുമോ? തലി ഉയർത്തിപ്പിടിച്ച് വേണി ശക്തിയെ റിസീവർ ക്രാഡലിലിട്ടു. SP കൃഷ്ണദാസ് ഭാര്യയെയും മക്കളെയും നോക്കി. എന്റെ ഭർത്താവിനെ അപമാനിച്ചവൻ ആരായാലും ഞാൻ അവനെ വെറുതെ വിടില്ല. വേണിയുടെ ശബ്ദം പ്രതികാരത്തിന്റെ തീനാമ്പുകളായിരുന്നു. ഡാഡി, സ്റ്റേഷന് വെളിയിൽ വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഫ്രാൻസിസിനെയും രാജൻ ബാബുവിനെയും എന്നെയും തല്ലിയതാ അവൻ. ഞങ്ങളുടെ ഊഴം ഇരിക്കുന്നതേയുള്ളൂ. കൈലാസ് വേഗം പുറത്തേക്ക് പോയി. ബൈക്കിൽ കയറി അവൻ ഓടിച്ചുപോയി. SP കൃഷ്ണദാസ് മുറിയിലേക്ക് ചെന്നു. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് മുഖം കഴുകി. തണുത്ത സോഡ കുടിച്ചു. ഉള്ളിലെ തീ അണയുന്നില്ല. ദേവത പോലൊരു പെൺകുട്ടി ഉള്ളിലിരുന്ന് ചിരിക്കുകയാണ്. ശ്രീദേവി. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. എന്നെ മറക്കുമോ? കൃഷ്ണദാസിന്റെ ഇടനെഞ്ചിൽ ഒരു പിടച്ചിൽ. നമ്മുടെ മോനെ കൊല്ലിയേ? അയാളൊന്ന് നടങ്ങി. ഭയത്തോടെ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ഭാര്യയില്ല. ശരീരം വിറയ്ക്കുന്നു. കരളിലൊരു പിടച്ചിൽ. കബോർഡിൽ നിന്ന് കുപ്പിയും ഗ്ലാസും എടുത്തു. ഒന്നിനു പുറമെ ഒന്നായി 3 ലാർജ് വിഴുങ്ങി. പെട്ടെന്ന് അദ്ദേഹം വെളിയിലേക്ക് വന്നു. ഭാര്യയെയും മകളെയും ശ്രദ്ധിക്കാതെ കാറിൽ ചെന്ന് കയറി. ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തു. കാർ ഗേറ്റ് കടന്ന് പാഞ്ഞുപോയി. ജോലിയും അന്തസ്സുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്രയും പഠിപ്പും കഴിവുമുള്ള ചെറുപ്പക്കാരൻ. വിജയനെ ചാണ്ടി സെല്ലിലേക്ക് കൊണ്ടുവന്ന് തള്ളി. നീ എന്താടാ നായിന്റെ മോനെ പറഞ്ഞത്? നിന്നെ തൊട്ടാൽ നീ എന്നെ കൊല്ലുമെന്നോ? നീ അതിനെവിടെ നിന്ന് ജീവനോടെ പോയിട്ട് വേണ്ടേ? നീ പറഞ്ഞ തന്ത ഇങ്ങനെയൊരു മകനില്ലെന്ന് പറഞ്ഞു. തന്തയ്ക്ക് പറക്കാത്തവനെ. ചാണ്ടി വിജയനെ ചവിട്ടി. വിജയൻ കൈകൊണ്ട് തടഞ്ഞു. അടുത്ത ക്ഷണം കരണത്ത് അടി വീണു. വിജയൻ കറങ്ങിപ്പോയി. ചാണ്ടി ഒറ്റ ചവിട്ട്. വിജയൻ തെറിച്ച് ഭിത്തിയിലിടിച്ച് മുന്നോട്ട് തെറിച്ചു. ചാണ്ടി അവനെ ഷൂസ് കൊണ്ട് ചവിട്ടി ഭിത്തിയിൽ പതിപ്പിച്ചു. നടക്കുന്നൊരാക്രോശം സെല്ലിൽ നിന്ന് പുറത്തേക്കൊഴുകി. സ്റ്റേഷന് വെളിയിൽ കാത്തുനിന്ന പോർട്ടർമാരെയും ഓട്ടോക്കാരെയും പോലീസുകാർ വിരട്ടി ഓടിച്ചു. വിജയന്റെ കരച്ചിലല്ലേ ആ കേട്ടത്? ഞങ്ങൾക്ക് വിജയനെ വിട്ടുകിട്ടണം, കാളിദാസൻ വിളിച്ചു പറഞ്ഞു. ആർക്കാടാ അത്ര അത്യാവശ്യം? 2 പോലീസുകാർ ലാത്തി വീശി ചെന്നു. ആളുകൾ പിന്നോട്ട് മാറി നിന്നു. ആരും ഈ പരിസരത്ത് കൂടി നിൽക്കരുത്, വേഗം പിരിഞ്ഞു പോകണം, സബ് ഇൻസ്പെക്ടർ നിർദ്ദേശിച്ചു. ആളുകൾ റോഡിലേക്ക് മാറി. കാളിദാസനും ഉമ്മർ ചേട്ടനും മറ്റും പരിഭ്രാന്തരായി. അപ്പോൾ കോൺസ്റ്റബിൾ തോമസ് അവരുടെ അടുത്തേക്ക് വന്നു. വിജയനെ പിടിക്കാൻ മാർക്കറ്റിൽ വന്നതാണ് PC തോമസ്. സാറേ, വിജയനെ എന്താ ചെയ്തത്? റോയി ചോദിച്ചു. റോയിക്ക് അയാളുമായി അടുപ്പമുണ്ടായിരുന്നു. റോയി അവനൊരു ചട്ടമ്പിയാണെന്നതൊക്കെ ശരി തന്നെ. പോലീസിനെ തല്ലിയാൽ ഞങ്ങൾ വെറുതെ വിടത്തുമില്ല. പക്ഷെ ഇത് കുറെ കടന്നുപോയി. ചാണ്ടി സാറിന്റെ കയ്യിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കിട്ടിയിരിക്കുകയല്ലേ. വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ നിങ്ങളെയും പിടിച്ച കത്താക്കും, തോമസ് പറഞ്ഞു. എന്തിന്? ഉമ്മർ ചോദിച്ചു. അവൻ ചത്തുപോയാൽ കൊന്നവർ വേണ്ടേ? രൂക്ഷമായി പറഞ്ഞിട്ട് PC തോമസ് പോയി. കാളിദാസനും ഉമ്മറും റോയിയും സഹദേവനും മറ്റു കൂട്ടുകാരും വല്ലാതായി. ചുവന്ന മാരുതിക്കാർ വന്നു നിന്നു. അതിൽ നിന്ന് കൈലാസും രാജൻ ബാബുവും ഫ്രാൻസിസും ഇറങ്ങി സ്റ്റേഷനിലേക്ക് ചെന്നു. എവിടെ അവൻ? കൈലാസ് കൈകൾ തിരുമ്മിക്കൊണ്ടിരുന്ന ചാണ്ടിയോട് ചോദിച്ചു. കൈലാസ് അവരെ സെല്ലിനകത്തേക്ക് കൊണ്ടുപോയി. തറയിൽ ഭിത്തിയോട് ചേർന്ന് കിടക്കുകയായിരുന്നു വിജയൻ. മുഖത്തും ചെന്നിയിലും ചോര ഒലിച്ചിറങ്ങുന്നു. കല്ലിനടിച്ച് ചതച്ചതുപോലെ നേരിയ ഞരക്കം. ഈ വാതിൽ തുറന്നേ സാറേ, ആ റാസ്കലിനെ ഞാനൊന്ന് കാണട്ടെ. എന്റെ ചേട്ടനല്ലേ ഈ നായിന്റെ മോൻ. കൈലാസ് സെല്ലിന്റെ വാതിലിൽ പിടിച്ചു കുലുക്കി. വേണ്ട കൈലാസേ, ഇനി അവനെ തൊട്ടാൽ ചത്തുപോകും. ഇവിടെ കിടന്ന് ചത്താൽ ഞങ്ങളുടെ തൊപ്പി തെറിക്കും. ഇവിടെ കിടത്തേണ്ട, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, രാജൻ ബാബു പറഞ്ഞു. നിങ്ങൾക്കവനെ വിട്ടുതരാം. ആദ്യം എന്റെ കലിയൊന്നടങ്ങട്ടെ, CI ചാണ്ടി പറഞ്ഞു. SP കൃഷ്ണദാസ് അസ്വസ്ഥനായി ഓഫീസിലിരിക്കുകയായിരുന്നു. സാർ, ഒരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു, കോൺസ്റ്റബിൾ കടന്നു വന്ന് പറഞ്ഞു. വരാൻ പറയൂ. കോൺസ്റ്റബിൾ പോയി. കൃഷ്ണദാസ് തിരിഞ്ഞ് ഫാനിന്റെ വേഗത കൂട്ടി. തണുത്ത കാറ്റ് മുഖത്തേക്ക് പറന്നു വന്ന് തഴുകി. മുഖം തിരിച്ചപ്പോൾ ആ സ്ത്രീയെ കണ്ടു. അവളെ തിരിച്ചറിഞ്ഞപ്പോൾ DSP കൃഷ്ണദാസ് നടുങ്ങിപ്പോയി. ശ്രീദേവി. വീണുടയാൻ തുടങ്ങുന്ന പളുങ്കുകോളം പോലെയായിരുന്നു അവൾ. പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ചു. കൃഷ്ണദാസ് അറിയാതെ എഴുന്നേറ്റ് പോയി. അധ്യായം 12. പച്ചമുള വെട്ടിച്ചീന്തുന്നത് പോലെ പൊട്ടിക്കരയുകയായിരുന്നു ശ്രീദേവി. കൃഷ്ണദാസ് അവളെ തറപ്പിച്ചു നോക്കി. വാതിലിന് വെളിയിൽ നിഴലുകൾ ചരിച്ചു. പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രീദേവി. കനത്തൊരു സ്വരം കൃഷ്ണദാസിന്റെ ചുണ്ടുകളിൽ നിന്ന് പിടച്ചു വീണു. എന്റെ മോനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. അവനെ ഒന്നും ചെയ്യരുത്. എന്റെ മോനെ തല്ലിക്കൊല്ലരുത്. ശ്രീദേവിയുടെ കണ്ണുകൾ അരുവികൾ പോലെ നിറഞ്ഞൊഴുകി. നിന്റെ മോനോ? ആരാണ് നിന്റെ ഭർത്താവ്? കൃഷ്ണദാസ് ചോദിച്ചു.
ശ്രീദേവി മുഖമുയർത്തി അദ്ദേഹത്തെ നോക്കി. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ശ്രീദേവി മന്ത്രിച്ചു. പിന്നെ മകൻ? അതങ്ങനെ സംഭവിച്ചുപോയി. എനിക്ക് പറ്റിയ ഒരു തെറ്റ്. ശബ്ദം പതിഞ്ഞതാണെങ്കിലും അതിന് പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളെ നേരിടുമ്പോൾ തനിക്ക് പതർച്ച വരുന്നതായി എസ് പിക്ക് മനസ്സിലായി. എന്നെ അപമാനിക്കാനാണോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ തിരിച്ചു വന്നത്? അദ്ദേഹം ചോദിച്ചു. തിരിച്ചു വന്നതല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ മോനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അവൻ പഠിച്ചപ്പോൾ വീടും പുരയിടവും വിൽക്കേണ്ടി വന്നു. ഞങ്ങൾ വണ്ടിത്താവളത്തെ കുടിലായി. പഠിച്ചിട്ടും വിധി എന്റെ മോനെ ഒരു ചുമട്ടുകാരനാക്കി. അവന് അച്ഛനുണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ദയവായി അവനെ ഉപദ്രവിക്കരുത്. ശ്രീദേവി കൈകൾ കൂപ്പി പറഞ്ഞു. അച്ഛൻ വേണ്ടാഞ്ഞിട്ടാണോ നീ അവന് എന്റെ പേര് പറഞ്ഞു കൊടുത്തത്? ഞാനല്ല, സുഗതേട്ടനാണ് ചെറുപ്പത്തിലെ അവന്റെ കാതിലോതിയത്. എന്റെ മോനെ പോലീസുകാർ ഉപദ്രവിക്കും. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ക്ഷമ ചോദിക്കാം. ഈ കാല് ഞാൻ പിടിക്കാം. എന്റെ മോന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അവനില്ലെങ്കിൽ ഞാൻ മരിച്ചതുപോലെയാകും. പിന്നെ ഈ ജീവിതമില്ല. അവനെന്താ ചെയ്തതെന്ന് നിനക്കറിയാമോ? എസ് പിയുടെ ശബ്ദം കനത്തു. പോലീസുകാരെ മാർക്കറ്റിലിട്ട് തല്ലി. എന്നെ അപമാനിച്ചു. വെറുതെ വിടണോ ഞാൻ അവനെ? ശ്രീദേവി അദ്ദേഹത്തെ തറപ്പിച്ചു നോക്കി. എനിക്കും ആ സർക്കിളിനും ഏറ്റ അപമാനം ഇനി ഒരിക്കലും മാറില്ല. അറിയാമോ നിനക്ക്? പോലീസിനെ തല്ലാൻ ആ റാസ്കൽ ആരാ? സാർ, ഞാൻ കാല് പിടിക്കാം. ശ്രീദേവി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. എന്റെ മോനെ ഇനി ഉപദ്രവിക്കരുതെന്ന് പറയണം. കൊല്ലാറാക്കിയെന്നാ കേട്ടത്. എനിക്കവനെ ജീവനോടെ കിട്ടണം. സാറിന്റെ കൂടെ ചോരയാ. അവർ തേങ്ങിക്കരഞ്ഞു. മാറിപ്പോ. നീ ഇവിടെ വന്ന് നാടകം കളിക്കുവാണോ? കൃഷ്ണദാസ് ശ്രീദേവിയെ ചവിട്ടിമാറ്റി. ശ്രീദേവി പിന്നോട്ട് മലച്ചുപോയി. പിഴച്ച സന്തതിയെ എന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണോടി? കൃഷ്ണദാസിന്റെ നിയന്ത്രണം വിട്ടുപോയി. ശ്രീദേവി എഴുന്നേറ്റപ്പോൾ പഴയ ആളല്ലായിരുന്നു. എന്താ നിങ്ങൾ പറഞ്ഞത്? പിഴച്ചു പറ്റുന്നോ? നിങ്ങളുടെ നാവ് പുഴുവരിക്കും. പിഴപ്പിക്കാൻ നേരത്ത് നിങ്ങൾ പറഞ്ഞ പഞ്ചാര വാക്കുകളൊക്കെ ഓർക്കുന്നുണ്ടോ? എന്നെ മറന്നോളൂ, സാരമില്ല. അധികാരവും പണവും കിട്ടുവാൻ പടവുകൾ കയറുമ്പോൾ എല്ലാം മറക്കും. പക്ഷേ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറാവുമെന്ന് കരുതിയില്ല. ഭൂമിയോളം താണു ഞാൻ. നിങ്ങളിൽ മനുഷ്യത്വമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട്. മിണ്ടല്ലടി. ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമായിരിക്കും. ആജ്ഞ അനുസരിക്കാൻ കീഴ് ജീവനക്കാരുണ്ടല്ലോ. സ്വന്തം മകനെയും കൊന്നു തിന്ന്. പക്ഷേ ഓർത്തോ, ദൈവമുണ്ട് നിങ്ങളുടെ മുകളിൽ. ദൈവം വിടില്ല നിങ്ങളെ. ശ്രീദേവിയുടെ ശബ്ദമുയർന്നു. ഗെറ്റ് ഔട്ട്. കൃഷ്ണദാസ് മുരണ്ടു. പോകാം. പക്ഷെ എന്റെ മോനെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ ഞാൻ പറയാം. മുഖത്തടിക്കും പോലെ പറഞ്ഞിട്ട് ശ്രീദേവി തിരിഞ്ഞു. എസ് പി കൃഷ്ണദാസിന് ദേഷ്യവും വിഷമവും ഉണ്ടായി. അവളെ ഇവിടെ നിന്ന് പുറത്തുവിട്ടത് ശരിയായില്ലെന്ന് തോന്നി. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഓഫീസിന് വെളിയിൽ പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീദേവി കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഒരു പോലീസുകാരൻ തിരക്കി. എന്താ, എന്തു പറ്റി? ശ്രീദേവി അയാളെ നോക്കാതെ വേഗം നടന്നു. തൂവാലയിൽ മുഖം പൊത്തി കരഞ്ഞു. വിജയന്റെ അമ്മയാ അത്, ഒരാൾ പറഞ്ഞു. എസ് പി അദ്ദേഹത്തിന്റെ രഹസ്യ കാമുകി. മറ്റൊരു കോൺസ്റ്റബിൾ ചിരിച്ചു. ഇവളുടെ പേരിലൊരു കള്ളക്കേസ് ഉണ്ടാക്കി തല്ലിക്കൊല്ലുന്ന ജോലി ഏത് വനിതാ എസ് ഐക്കായിരിക്കുമടോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീദേവി സിവിൽ സ്റ്റേഷനിലേക്ക് വന്ന ഒരു ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്നത് അവർ കണ്ടു. ഫോൺ വെച്ചിട്ട് ഗോപികൃഷ്ണൻ ദീപയോട് പറഞ്ഞു. മോളെ, ബാബുരാജ വിളിച്ചത്. രാജൻ ബാബുവിനെ ഉപദ്രവിച്ച പോർട്ടറെ അടിച്ച് ശരിയാക്കി എന്നാണ് അയാൾ പറഞ്ഞത്. ഡാഡി, അങ്കിള് പോലീസിന് കാശ് കൊടുത്തോ? ദീപ ചോദിച്ചു. കാശ് കൊടുത്ത് കാണില്ല. പിശുക്കൻ രാഷ്ട്രീയക്കാരനല്ലേ. പക്ഷെ ഇൻഫ്ലുവൻസ് ചെലുത്തി കാണും. എന്റെ അളിയനെ എനിക്കറിയാം. ഡാഡി, ഇത് ക്രൂരതയാണ്. ഡാഡി എങ്ങനെയെങ്കിലും വിജയനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. കൈലാസിനെയും രാജൻ ബാബുവിനെയും തല്ലിയതാണ് കേസെങ്കിൽ എന്നെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് ഞാൻ പരാതി കൊടുക്കാം. പോലീസ് അവരെയും അറസ്റ്റ് ചെയ്യട്ടെ. മോളെ, അതൊക്കെ വേണോ? വേണം ഡാഡി. എസ് പിയുടെ മകനാണെന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും. അയാൾ സാധാരണക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയനെ പോലെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ദുഷ്ടന്മാരുടെ ഇടയിലേക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല ഡാഡി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. കുറഞ്ഞ പക്ഷം അയാളെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും. മകൾ പറഞ്ഞത് കേട്ട് ഗോപികൃഷ്ണൻ ആലോചിച്ചു. ദീപമോൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്കും അയാളോട് ഒരു ഇഷ്ടം തോന്നുന്നു മോനെ. നിന്റെ കൂട്ടുകാരനല്ലേ അഡ്വക്കേറ്റ് മൂർത്തി. മോൻ മൂർത്തിയെ ഒന്ന് വിളിച്ചു പറയ്, കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ. മുത്തച്ഛൻ പറഞ്ഞു. ദീപ ഡാഡിയെ പ്രതീക്ഷയോടെ നോക്കി. ഗോപികൃഷ്ണൻ ഫോൺ ഡയൽ ചെയ്തു. വെളുത്ത ഫോറിൻ കാർ സ്റ്റേഷന് മുന്നിൽ വന്നു നിന്നു. അഡ്വക്കേറ്റ് ഈശ്വരമൂർത്തി സർക്കിൾ ഓഫീസിലേക്ക് വന്നപ്പോൾ പോലീസുകാർ ഞെട്ടി. പേരുകേട്ട ക്രിമിനൽ ലോയറാണ് മൂർത്തി. രാജ്യത്തെങ്ങും അസിസ്റ്റൻസും ഓഫീസുകളും. എല്ലായിടത്തും അസിസ്റ്റൻസാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇതാ അദ്ദേഹം നേരിട്ട് വന്നിരിക്കുന്നു. സർക്കിൾ ഇൻസ്പെക്ടറുടെ ക്യാബിനിലേക്ക് മൂർത്തി ചെന്നപ്പോൾ ചാണ്ടി ചാടി എഴുന്നേറ്റു. എന്താണ് സാർ? എവിടെ വിജയൻ? ചാണ്ടി ഞെട്ടി. ഏത് വിജയൻ? പോർട്ടർ വിജയൻ. അയാളും സാറും തമ്മിൽ എന്റെ കക്ഷിയാണ്. അയാളെ വിളിക്ക്. എന്ത് ചാർജാണ് അയാളുടെ പേരിൽ ഉള്ളത്? സാർ, അത്. ചാണ്ടി ഞെട്ടി. വിജയൻ അബോധാവസ്ഥയിൽ എന്നവണ്ണം സെല്ലിൽ കിടക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. സാർ, അയാൾ എന്നെ തല്ലി. പോലീസുകാരെയും. ഞങ്ങൾ അയാളെ ഒന്ന് പെരുമാറി. വിജയനെ തൊട്ടാൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. മൂർത്തി മുരണ്ടു. CI ചാണ്ടിക്ക് അപകടമണർത്തു.
അധ്യായം 13. CI ചാണ്ടി അഡ്വക്കേറ്റ് ഈശ്വരമൂർത്തിയെ നോക്കി. പറഞ്ഞത് കേട്ടില്ലേ? എനിക്കവനെ കാണണം. വിജയനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. മൂർത്തിയുടെ ശബ്ദത്തിലെ മൂർച്ച ചാണ്ടിക്ക് മനസ്സിലായി. അയാളെ കാണിക്കാം, പക്ഷേ സാർ പ്രശ്നമുണ്ടാക്കരുത്. ചാണ്ടി വക്കീലിനെ സെല്ലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സെല്ലിൽ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു വിജയൻ. സാർ, പോലീസുകാർ അല്പം ഉപദ്രവിച്ചു. നിങ്ങളൊന്നും ചെയ്തില്ലേ? എന്നെ തല്ലിയതാണ് സാർ അവൻ. അതുകൊണ്ട് താനും അവനെ ശരിക്ക് കൈകാര്യം ചെയ്തു അല്ലേ? ചാണ്ടി മറുപടി പറഞ്ഞില്ല. അവന് ജീവനുണ്ടോ? മരിക്കാൻ പാകത്തിന് ഒന്നും ചെയ്തില്ല. അത് കണ്ടാലറിഞ്ഞുകൂടെ? അയാൾക്ക് നിവർന്നു നിൽക്കാൻ പറ്റില്ലല്ലോ. അവനിവിടെ കിടന്ന് മരിച്ചാൽ മിസ്റ്റർ ചാണ്ടിയുടെ തൊപ്പി തെറിക്കുമെന്ന് അറിയാമോ? ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. നിങ്ങളുടെ പേര് ഇടിയൻ ചാണ്ടി എന്നാണല്ലേ? സാധാരണ റൗഡികൾക്കിടുന്ന പേര്. ചാണ്ടി വല്ലാതെയായി. എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്ക്. സാർ, എനിക്ക് SP വിളിക്കണം. അദ്ദേഹത്തിന്റെ ഓർഡർ അനുസരിച്ചാണ് വിജയനെ അറസ്റ്റ് ചെയ്തത്. ആരെ വേണമെങ്കിലും വിളിച്ചോ. ഇയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. പിന്നെ SP മകനെ തല്ലിയെന്നതാണല്ലോ വിജയന്റെ പേരിലുള്ള ചാർജ്. സാർ, കേസെടുത്തിട്ടില്ല. ആ കേസെടുക്കുകയാണെങ്കിൽ മറ്റൊരു കേസുണ്ട് അവരുടെ പേരിൽ. എന്താണ് സാർ? SP മകൻ കൈലാസം അയാളുടെ 2 സുഹൃത്തുക്കളും ചേർന്ന് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ദീപ എന്നൊരു യുവതി നൽകുന്ന പരാതി. വക്കീൽ പേപ്പർ ചാണ്ടിയുടെ കയ്യിൽ കൊടുത്തു. ചാണ്ടി അത് വായിച്ചു നോക്കി. പ്രതികളുടെ പേരിൽ ഉടനെ നടപടിയെടുത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് നീങ്ങും. സ്ത്രീ പീഡനമാണ്. വകുപ്പൊക്കെ അറിയാമല്ലോ. പ്രതികളെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നവർക്കും ശിക്ഷയുണ്ട്. ഇപ്പോൾ വാദി പ്രതിയായോ സാർ? CI ചാണ്ടി ചോദിച്ചു. ഇപ്പോൾ ഇത്രയും, ബാക്കി പിന്നാലെ വരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഈശ്വരമൂർത്തി പുഞ്ചിരിച്ചു. വിജയനെ ഹോസ്പിറ്റലിലാക്കി. ദീപ ഹോസ്പിറ്റലിൽ ചെന്ന് അയാളെ കണ്ടു. ഒന്നും സംസാരിക്കാതെ അയാൾക്ക് നല്ല ചികിത്സ ലഭിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ട് തിരിച്ചു പോന്നു. അതിനിടയിൽ അവൾ വിജയന്റെ അമ്മയെ പരിചയപ്പെട്ടിരുന്നു. SP വീട്ടിൽ വന്നപ്പോൾ കൈലാസ് ചൂടായി. ഡാഡി, ആ വിജയനെ വെറുതെ വിട്ടത് ശരിയായില്ല. ആ സ്ത്രീ ഓഫീസിൽ വന്ന് മുതലക്കണ്ണീർ ഒഴുക്കിയപ്പോൾ ഡാഡിയുടെ പഴയ പ്രേമം തിരിച്ചു വന്നോ? എടാ, അതിരുവിട്ട് സംസാരിക്കരുത്. കൃഷ്ണദാസ് മകന്റെ നേരെ കൈചൂണ്ടി പറഞ്ഞു. ഡാഡിക്ക് അതിരുവിട്ട് പെരുമാറാം അല്ലേ? ഞങ്ങളുടെയൊക്കെ മാനം കെടുത്തിയിട്ട് ആ പോർട്ടറെയും തള്ളയെയും ഈ ടൗണിൽ നിന്ന് ഓടിക്കണ്ടായിരുന്നോ? ഇനിയും ഞങ്ങളുടെ മുന്നിലേക്ക് അവൻ വന്നാലോ? എടാ, ഇനിയും തല്ലിയാൽ അവൻ മരിച്ചു പോകും. കൊന്നാൽ കേസ് വേറെയാ, അറിയാമോ നിനക്ക്? എന്ന് പറഞ്ഞാൽ തോന്നും ആരും ലോക്കപ്പിൽ കിടന്ന് മരിക്കില്ലെന്ന്. ഡാഡിക്ക് മൂത്ത മകനോട് അനുകമ്പ തോന്നി. മാർക്കറ്റിലിട്ട് നാടൻ കെടുത്തിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് മറന്നു. 2 കേസിൽപ്പെടുത്തി 2 വർഷത്തേക്ക് ജാമ്യം പോലും കൊടുക്കാതെ ജയിലിൽ അടയ്ക്കണമായിരുന്നു ഡാഡി. നീ പോടാ എന്റെ മുന്നിൽ നിന്ന്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. മുറിയിലേക്ക് പോയി. പക്ഷേ ഞാൻ അവനെ വെറുതെ വിടില്ല. കൈലാസ് പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ബൈക്കെടുത്ത് രാജൻ ബാബുവിന്റെ വീട്ടിലേക്ക് ചെന്നു. രാജൻ ബാബുവിന്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എടാ രാജൻ ബാബു, ദീപ നിന്റെ മുറപ്പെണ്ണാണ്. പ്രതിശ്രുത വധുവാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഇപ്പോഴെന്തായി? അവള് നമ്മളെ പ്രതിയാക്കി കേസ് കൊടുത്തു. നമ്മളെ തല്ലിയവനെ ആശുപത്രിയിൽ ചികിത്സിക്കുന്നു. ഞാനിതൊക്കെ അച്ഛനോട് പറഞ്ഞു. അച്ഛന് ഇതിനേക്കാൾ ഒരു അപമാനം വരാനില്ല. അച്ഛൻ അവളോട് ചോദിക്കാനായി പോയിരിക്കുകയാണ്, രാജൻ ബാബു പറഞ്ഞു. രാജൻ ബാബുവിന്റെ അച്ഛൻ ബാബുരാജ് പൊളിറ്റീഷ്യനാണ്. അധികാരം കിട്ടുന്ന ഏത് പാർട്ടിയിലേക്കും കാലുമാറുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല. രാഷ്ട്രീയം മുതൽ മുടക്കാത്ത ഒരു ബിസിനസ്സായിട്ടാണ് ബാബുരാജ് കാണുന്നത്. അധികാരം കൊണ്ട് എന്തൊക്കെ സാധിക്കാമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. ധനികനായ ഗോപികൃഷ്ണന്റെ മകളെ തന്റെ മകൻ വിവാഹം ചെയ്താൽ ആ സമ്പത്ത് മുഴുവൻ തന്റെ കുടുംബത്തിൽ വന്നു ചേരുമെന്ന കണക്ക് കൂട്ടലിലാണ് ബാബുരാജ്. ബാബുരാജിന്റെ കാർ അമ്പാടി വീടിന്റെ മുറ്റത്ത് നിന്നു. അപ്പോൾ സ്വീകരണ മുറിയിൽ ഗോപികൃഷ്ണനും ദീപയും ഉണ്ടായിരുന്നു. ബാബുരാജിനെ കണ്ട് അയാൾ എഴുന്നേറ്റു. ഇതെന്താ ബാബു, ഇങ്ങോട്ടൊക്കെ വരാൻ സമയമുണ്ടോ? ഗോപികൃഷ്ണൻ ചോദിച്ചു. എപ്പോഴും പൊളിറ്റിക്സും മന്ത്രിമാരുമൊക്കെയായി തലസ്ഥാനത്ത് തന്നെയാണെന്നാണല്ലോ കേട്ടത്. കേട്ടതൊക്കെ ശരി തന്നെ. ഞാൻ കുറെ തിരക്കിലാണ്. പക്ഷേ അത്യാവശ്യ കാര്യത്തിന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഈ കുട്ടി എന്തിനാണ് എന്റെ മോനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്? അവൻ കെട്ടാൻ പോകുന്ന കുട്ടിയല്ലേ ഇവൾ? അല്പം സ്വാതന്ത്ര്യം അവൻ കാണിച്ചുവെന്ന് വെച്ച് ശത്രുക്കളെ പോലെ പെരുമാറണോ? കെട്ടാൻ പോകുന്ന പെണ്ണിനെയാണോ ഗുണ്ടകളുമായി വന്ന് പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അങ്കിളെ? അവൾ ചോദിച്ചു. ഗുണ്ടകളോ? എന്തായി പറയുന്നത്? അവരൊക്കെ അന്തസ്സുള്ള ഫാമിലിയിലെ പിള്ളേരാ. മോളെന്തിനാ ആ പോർട്ടറെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്? അയാളൊരു നിരപരാധിയാണെന്ന് തോന്നിയത് കൊണ്ട്. തർക്കിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പൊളിറ്റിക്സിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവണം. പൊളിറ്റിക്സിൽ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഇല്ല. അതുപോലെ ഞാൻ ഇതൊക്കെ മറന്നു. അങ്കിൾ എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്സ് പോലെയാണോ കാണുന്നത്? അതെ, എല്ലാ കാര്യത്തിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് ഇനി ദീപമോൾ ആ പോർട്ടറുടെ കാര്യത്തിൽ ഇടപെടണ്ട. വൃത്തികെട്ട വർഗമാണ്. ഡാഡിക്ക് അത് കുറച്ചിലാണെന്ന് മോൾക്ക് അറിയില്ലേ? അങ്കിളെ, അയാൾ ഇന്റലിജന്റായ ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ കഴിവുകൾ ആരും കണ്ടുപിടിച്ചിട്ടില്ല. തല്ലിക്കൊല്ലാൻ ആർക്കും കഴിയും. ഞാൻ അയാൾക്ക് നമ്മുടെ ഫാക്ടറിയിൽ ജോലി കൊടുക്കാൻ പോകുകയാണ്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്?
ബാബുരാജ് ഞെട്ടി. അവന്റെ അമ്മയ്ക്ക് അവന്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. അറിയാം, അതവർ പറഞ്ഞല്ലോ. ആ സ്ത്രീയുടെ ജീവിതം തകർത്ത മാന്യൻ ഇന്ന് നീതിന്യായം നടത്തുന്നു. സ്വന്തം മകന് നിഷേധിച്ച നീതി അയാൾക്കെങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത പൊതുജനത്തിന് കൊടുക്കാൻ കഴിയും? ദീപ ചോദിച്ചു. ഗോപികൃഷ്ണ, മോൾ പറയുന്നത് കേട്ടോ? ദീപേ, ഇത് രാജൻ ബാബുവിന് ഇഷ്ടപ്പെടുകയില്ല. ദീപ ചിരിച്ചു. രാജൻ ബാബുവിന്റെ സ്വഭാവം എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. ബാബുരാജ് അവിടേക്ക് വന്ന ഉത്സാഹത്തിലല്ല തിരിച്ചു പോയത്. ഒരാഴ്ച കഴിഞ്ഞു. ഹോസ്പിറ്റലിലെ മുറിയിൽ അയാൾ നടന്നു. ആരോഗ്യം വീണ്ടുകിട്ടിയ മട്ടുണ്ട്. വാതിൽ തുറന്ന് CI ചാണ്ടി അകത്തേക്ക് വന്നു. നീ സുഖമായി പുറത്തു വന്നിട്ട് വേണം എനിക്കൊന്ന് കാണാൻ. ഇനിയും തല്ലാനാണോ സാറേ? പിന്നിൽ വന്ന ദീപ ചോദിച്ചു. ചാണ്ടി അവളെ സൂക്ഷിച്ചു നോക്കി. പോലീസിനോട് കളിക്കണ്ട, എപ്പോഴേലും കയ്യിൽ കിട്ടും. ചാണ്ടി വിജയനെയും ദീപയെയും സൂക്ഷിച്ചു നോക്കി. ദീപ വിജയന്റെ അടുത്തേക്ക് ചെന്നു. ഹോസ്പിറ്റലിന് മുന്നിൽ ചുവന്ന മാരുതി വാനിൽ രാജൻ ബാബുവും ഫ്രാൻസിസും കൈലാസും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ചാണ്ടി അവരുടെ അടുത്തേക്ക് ചെന്നു. താൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ആ പോർട്ടറുടെ കൂടെയാണല്ലോടാ രാജൻ ബാബു. ഇനി അവളെ നിനക്ക് കിട്ടണമെങ്കിൽ അവൻ ഇല്ലാതെയാവണം. രാജൻ ബാബുവിന്റെ മുഖം രോഷം കൊണ്ട് ചുവക്കുന്നത് ചാണ്ടി ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ കണ്ടു. രാജൻ ബാബു വേഗം വിജയന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. അധ്യായം 14. വിജയന്റെ മുറിക്ക് മുന്നിലെത്തി രാജൻ ബാബു നിന്നു. അകത്തുനിന്ന സംസാരമൊന്നും കേൾക്കുന്നില്ല. ദീപയും വിജയനും എന്തു ചെയ്യുകയാണ്? അവന് ഉത്കണ്ഠയായി. തന്റെ പെണ്ണാണ് ദീപ. അവളെ ഓർത്ത് വളരെയേറെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അവൾ എന്തിനാണ് ഒരു പോർട്ടറുടെ സഹായത്തിന് ചെല്ലുന്നത്? ഒരു കമ്പനി പാർട്ണറുടെ അന്തസ്സിന് ചേർന്നതാണോ ഇതൊക്കെ? അവൾ തനിച്ചെന്തിനാണ് വിജയന്റെ മുറിയിൽ വന്നത്? ആ പോർട്ടർ ഗുണ്ട അവളെ ഉപദ്രവിക്കുകയില്ലേ? തനിക്കാടനാണ് അയാൾ. അവളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. രാജൻ ബാബുവിന്റെ ഉത്കണ്ഠ വർദ്ധിച്ചു. വിജയൻ അവളെ ബലമായി എന്തെങ്കിലും ചെയ്യുകയാണോ? ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും സാധിക്കുകയാണോ? എന്നാൽ അവനെ ശരിയാക്കണം. പോലീസ് ഇടിച്ചു ചതച്ച അവനെ തന്നോട് ചെറുത്തു നിൽക്കാനൊന്നും കഴിയില്ല. താൻ നല്ല കരുത്തനാണിപ്പോൾ. രാജൻ ബാബു വാതിലിൽ തള്ളി. വാതിൽ അനങ്ങിയില്ല. അയാൾ ഹാൻഡിൽ തിരിച്ചു. വാതിൽ തുറന്ന് രാജൻ ബാബു അകത്തേക്ക് കടന്നു. ജനലിനടുത്ത് നിൽക്കുകയായിരുന്നു വിജയൻ. ദീപ ബെഡിൽ ഇരിക്കുന്നു. വാതിൽ തുറന്ന ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. യാതൊരു വിധത്തിലും പ്രതികരിച്ചില്ല. അകത്തേക്ക് ചെന്ന രാജൻ ബാബുവിന് ആകെ നാണക്കേട് തോന്നി. അവരെന്തെങ്കിലും ചോദിച്ചാൽ തനിക്ക് പ്രതികരിക്കാമായിരുന്നു. പക്ഷേ അവരൊന്നും പറയുന്നില്ല. എന്താണ് കാര്യമെന്ന നിലയിൽ തന്നെ നിൽക്കുന്നു. ഫ്രാൻസിസും കൈലാസും രാജൻ ബാബുവിനെ സഹായിക്കാനായി അവിടേക്ക് വന്നു. വിജയൻ രാജൻ ബാബുവിനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നേരിടാൻ തയ്യാറായാണ് അവരെത്തിയത്. പക്ഷേ ആ മുറിക്കുള്ളിലെ നിശ്ചലത കണ്ട് അവർക്കും ഒന്നും ചെയ്യാനായില്ല. പക്ഷേ കൈലാസിന്റെ ഉള്ളിൽ പ്രതികാരം നിറഞ്ഞിരുന്നു. തന്റെ ശത്രുവാണ് അയാൾ. തന്റെ കുടുംബത്തെ നാറ്റിക്കാൻ വന്നവൻ. തീ പാർന്ന കണ്ണുകളോടെ കൈലാസ് വിജയനെ നോക്കി. വിജയൻ അത് ഗവനിച്ചില്ല. എടാ, നിന്റെ മുറപ്പെണ്ണാണ്. വല്ലവന്റെയും മുറിയിലിരിക്കുന്നത് കണ്ട് രസിക്കുകയാണോ നീ? രാജൻ ബാബുവിന്റെ ഉള്ളിൽ രോഷം ജ്വലിപ്പിക്കുവാനുള്ള തീയാണ് ഫ്രാൻസിസിന്റെ മന്ത്രിക്കലിൽ ഉണ്ടായത്. രാജൻ ബാബു അവനെ നോക്കി. എടാ, ഞാനായിരുന്നെങ്കിൽ രണ്ടിന്റെയും കരണമടിച്ച് പുകച്ചേനെ. ഫ്രാൻസിസ് മന്ത്രിച്ചു. അവളുടെ നോട്ടം കണ്ടില്ലേ? അതെ അതെ, കൈലാസ് പറഞ്ഞു. നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞങ്ങളെ ഏൽപ്പിക്ക്. രാജൻ ബാബുവിന്റെ ഉള്ളു കത്തി. കൂട്ടുകാരുടെ മുന്നിൽ കൊച്ചാകും, കഴിവില്ലാത്തവനാകും. അവളോട് ഏറ്റുമുട്ടിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അച്ഛൻ ഗോപികൃഷ്ണന്റെ വീട്ടിൽ ചെന്നപ്പോൾ തങ്ങളുടെ വിവാഹത്തെപ്പറ്റി ഒരു പുനഃപരിശോധന നടത്തണമെന്നാണ് പറഞ്ഞത്. ഇനിയും പ്രശ്നമുണ്ടായാൽ അവൾക്ക് തന്നോടുള്ള വെറുപ്പ് കൂടും. ചിന്തകൾ അയാളെ വേട്ടയാടി. എന്താണ് രാജൻ ബാബുവിന് വേണ്ടത്? ദീപ ഇരുന്നിടത്തു നിന്ന് അനങ്ങാതെ ചോദിച്ചു. നിങ്ങൾക്ക് അകത്തേക്ക് കടന്നു വരാം. നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാമല്ലോ. വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ രാജൻ ബാബു തിരിഞ്ഞ് കൂട്ടുകാരെ നോക്കി. ഫ്രാൻസിസും കൈലാസും അയാളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. രാജൻ ബാബു അമർഷത്തോടെ ഒന്ന് മൂളിയിട്ട് വാതിലിലെ പിടിവിട്ട് വെളിയിലേക്ക് പോയി. വാതിൽ അടഞ്ഞപ്പോൾ കൂട്ടുകാരും പുറകോട്ട് മാറി. വാതിലടഞ്ഞു. പിന്നെ പ്രതികരണമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അവളുടെ ചുണ്ടുകളിൽ ചിരി പടർന്നു. തെല്ലുച്ചത്തിൽ തന്നെ അവൾ ചിരിച്ചു. വിജയൻ ദീപയെ നോക്കി. എന്നെ വിവാഹം കഴിക്കുവാനുള്ള മോഹവുമായി നടക്കുന്ന ആളാണ്. അയാൾക്ക് എന്നെ വിജയന്റെ മുറിയിൽ കണ്ടാൽ സഹിക്കുമോ? രാജൻ ബാബു എന്തിനാണ് ദീപയെ ബലമായി കൊണ്ടുപോകാൻ ശ്രമിച്ചത്? പണ്ടൊക്കെ രാജാക്കന്മാർ മറ്റു രാജ്യങ്ങളിലെ കുമാരിമാരെ കിങ്കരന്മാരുമായി ചെന്ന് തട്ടിക്കൊണ്ടുപോയതായി ധാരാളം കഥകൾ വായിച്ചിട്ടുണ്ട്. വിജയൻ പറഞ്ഞു. അതാണ് രാജൻ ബാബുവിന്റെ കുഴപ്പം. അയാൾ ആഗ്രഹിക്കുന്നത് പോലെ നടന്നില്ലെങ്കിൽ ബലമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കും. അച്ഛൻ രാഷ്ട്രീയക്കാരനാണ്. ആ തന്ത്രങ്ങൾ കണ്ടു പഠിച്ചിരിക്കുകയാണ് അയാൾ. പണം കൊടുത്ത് പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും ഇരയെ മരിക്കാനാവില്ലെങ്കിൽ പവർ പ്രയോഗിക്കുക. എന്റെ കാര്യത്തിൽ അധികാരം ഉപയോഗിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ട് ബലം പ്രയോഗിച്ചു. അതാണ് ആ വിഡ്ഢിയുടെ ബുദ്ധി. ഇപ്പോൾ രാജൻ ബാബുവിന് ദീപയോട് പക കൂടിക്കാണും. വിജയൻ അതോർത്ത് വിഷമിക്കണ്ട. നിങ്ങളെപ്പറ്റിയാണ് എനിക്ക് ആശങ്ക.
ആ പോലീസുകാരെയും CIയെയും മാർക്കറ്റിലിട്ട് തല്ലിയ ആളല്ലേ നിങ്ങൾ? SP തല്ലിയില്ലെന്നേ ഉള്ളൂ. ഇതിൽ പരം നാണക്കേട് ഒരു പോലീസ് സൂപ്രണ്ടിന് ഉണ്ടാകാനുണ്ടോ? നിങ്ങളുടെ അച്ഛനാണ് അയാളെന്ന് പറഞ്ഞയിടത്താണ് അയാൾ തളർന്നു പോയത്. അയാളെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. അതിനൊരു സാഹചര്യം ഒരുക്കാനാണ് ഞാൻ പോലീസിനെ തല്ലിയത്. ഇടിയൻ ചാണ്ടിയെ അടിച്ചതും SP ആ സമയത്തിവിടെ എത്തിയത് എൻ്റെ ഭാഗ്യം. എൻ്റെ അമ്മ അനുഭവിച്ച വേദനയുടെയും അപമാനത്തിൻ്റെയും 1% ആകുന്നുള്ളൂ അയാൾ അനുഭവിച്ചത്, വിജയൻ പറഞ്ഞു. അത് കുറിക്കുള്ള പ്രയോഗമായിരുന്നു. വിജയന്റെ പക്ഷത്ത് ന്യായമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അച്ഛൻ അഡ്വക്കേറ്റ് ഈശ്വരമൂർത്തിയെ വിജയന്റെ കേസ് ഏൽപ്പിച്ചത്. മൂർത്തി കേസിൽ ഇടപെട്ടാൽ പോലീസുകാർ ഒതുങ്ങും. അല്ലെങ്കിൽ പോലീസിനെ തല്ലിയിട്ട് രാഷ്ട്രീയക്കാർക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റുമോ? കുടുംബം കുളം തോണ്ടുമെന്ന അച്ഛൻ പറഞ്ഞത്. നന്ദിയുണ്ട്, വിജയൻ പറഞ്ഞു. ഞാൻ ചെയ്തതും തെറ്റ് തന്നെയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. വർഷങ്ങളായി കെട്ടുനിർത്തിയ പകയുടെ അണക്കെട്ടാണ് പൊട്ടിയൊഴുകിയത്. വെറുതെ കുറെ ശത്രുക്കളെ ഉണ്ടാക്കി. എല്ലാം വലിയവർ. സുഹൃത്തുക്കൾ വെറും പുഴുക്കളായ പോർട്ടർമാർ. അതൊന്നും സാരമില്ല, എല്ലാം ശരിയാകും. ദീപ സമാധാനിപ്പിച്ചു. വാതിൽ തുറന്ന നഴ്സ് അവിടേക്ക് വന്നു. ഹോസ്പിറ്റലിന് വെളിയിൽ വാനിനടുത്തെത്തിയപ്പോൾ രാജൻ ബാബുവിന് നേരെ കൈലാസ് ചീറി. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നെന്ന് പറഞ്ഞതുപോലെ ആയല്ലോടാ. ഞാൻ കരുതി നീ അവന്റെ മുഖത്ത് 2 പൊട്ടിച്ചിട്ട് അവളോട് 4 വർത്തമാനം പറയുമെന്ന്. ഇക്കണക്കിന് പോയാൽ നിനക്കവളെ കെട്ടാൻ പറ്റുമോ? അവൾ അകത്തേക്ക് ചെന്ന് ഒരു അനുരഞ്ജന സമ്മേളനം കൂടാമെന്ന് പറഞ്ഞപ്പോൾ പോയതിനേക്കാൾ വേഗത്തിൽ നീ തിരിച്ചു പോന്നില്ലേ? ഞങ്ങൾക്ക് കൂടി ഷെയിമായി പോയി, ഫ്രാൻസിസ് പറഞ്ഞു. രാജൻ ബാബു ഒന്നും പറഞ്ഞില്ല. നിനക്ക് അവളിൽ ഒരു പിടി വേണ്ടേ? അവളെയും അവളുടെ സ്വത്തും വിട്ടുകളയാൻ നിനക്ക് പറ്റുമോ? ഫ്രാൻസിസ് ചോദിച്ചു. ഞാൻ അവളെ മോഹിച്ചുപോയി. എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കും. അവളെ മാത്രം ഞാൻ സ്വന്തമാക്കും, രാജൻ ബാബു പറഞ്ഞു. എടാ, ദീപയ്ക്കിപ്പോൾ വിജയനോട് എന്തോ ഒരടുപ്പമുണ്ട്. സഹതാപമായിരിക്കും. സഹതാപം പ്രേമമായ ചരിത്രമുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നീ എന്തു ചെയ്യും? കൈലാസ് ചോദിച്ചു. കൊല്ലും ഞാനവനെ, ഒരു സംശയവുമില്ലാതെ രാജൻ ബാബു പെട്ടെന്ന് പറഞ്ഞു. അവനെ കൊന്നാൽ നീ ജയിലിൽ പോകുകയില്ലേ? അതുകൊണ്ട് നിനക്കൊരു ജീവിതമുണ്ടോ? നീ ചെയ്യേണ്ടത് മുളയിലെ വിജയനെ ഒതുക്കുകയാണ്. എനിക്കും അവനെ തളയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എൻ്റെ കുടുംബത്തിനുമേൽ വീണ കറുത്ത നിഴലാണവൻ, കൈലാസ് ഉപദേശിച്ചു. അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാജൻ ബാബു ചോദിച്ചു. പറയാം, വിജയന് ആകെ ഒരു ബന്ധുവേയുള്ളൂ, കൈലാസ് പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ ചുവന്ന മാരുതി വാൻ വണ്ടിത്താവളം കോളനിയിലെത്തി. പോർട്ടർ വിജയന്റെ വീടേതാണ്? റോഡിലൂടെ വന്ന ഒരു സ്ത്രീയോട് വണ്ടിയിലിരുന്ന കൈലാസ് ചോദിച്ചു. ആ സ്ത്രീ അവനെ ആകെയൊന്ന് നോക്കി. ദാ കാണുന്നതാ. സ്ത്രീ ശ്രീദേവിയുടെ വീട് ചൂണ്ടിക്കാണിച്ചു. മാരുതി വാൻ റോഡിലെ പൊടി പറപ്പിച്ചുകൊണ്ട് ആ വീടിന് നേരെ ചെന്നു. സതിയും സരസ്വതിയും അത് കാണുന്നുണ്ടായിരുന്നു. അധ്യായം 15. വിജയന്റെ വീടിന് മുന്നിലെ റോഡിൽ ചുവന്ന മാരുതി വാൻ വന്നു നിന്നു. കൈലാസാണ് ആദ്യം വാതിൽ തുറന്ന് ഇറങ്ങിയത്. പിന്നെ ഫ്രാൻസിസും രാജൻ ബാബുവും. അവർ വിജയന്റെ വീട്ടിലേക്ക് ചെന്നു. സതിയും സരസ്വതിയും അവരുടെ വീടിന്റെ ജനലിലൂടെ അത് നോക്കിക്കൊണ്ടു നിന്നു. അവർ വിജയൻ ചേട്ടനെ അന്വേഷിച്ചു വന്നതായിരിക്കുമോ? സതി സരസ്വതിയെ നോക്കി. കാളിദാസൻ അപ്പോൾ ചോറുണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓട്ടോക്കാരനായ അയാൾക്ക് ഭക്ഷണ സമയം എന്നൊന്നില്ല. വണ്ടിത്താവളത്തിലേക്ക് ഓട്ടം വരുമ്പോഴാണ് അയാളുടെ ഭക്ഷണം. അതിനുവേണ്ടി മാത്രം കാളിദാസൻ ചക്കരമുത്തിനെ ഓടിച്ചു വരാറില്ല. ചേട്ടാ, ദേ വിജയൻ ചേട്ടന്റെ വീട്ടിലേക്ക് ആരോ വന്നിരിക്കുന്നു. കൂട്ടുകാരാണെന്നാ തോന്നുന്നത്. മാരുതി വാനില വന്നത്. വേഷമൊക്കെ കണ്ടിട്ട് വലിയ ആൾക്കാരാണെന്നാ തോന്നുന്നത്, സതി പറഞ്ഞു. കാളിദാസൻ കൈകഴുകി വന്നു. ചുവന്ന മാരുതി വാൻ കണ്ടപ്പോൾ കാളിദാസൻ അത് തിരിച്ചറിഞ്ഞു. ആ വാനിലാണോ വന്നത്? കാളിദാസൻ ചോദിച്ചു. അതെ, 3 പേരുണ്ട്. എന്നാൽ അവർ തന്നെ. കാളിദാസന് എന്തോ അപകടമുണ്ടെന്ന് തോന്നി. ആ വാനെനിക്കറിയാം. വിജയനെ തല്ലിയവരുടേതാണത്. എന്റെ ഈശ്വര, അവർ വീണ്ടും വഴക്കിന് വന്നതാണോ? സരസ്വതിക്ക് അങ്കലാപ്പായി. എന്നോടും അവർക്ക് ദേഷ്യമുണ്ടാകും, കാളിദാസൻ പറഞ്ഞു. ശ്രീദേവി ചേച്ചി എവിടെ ഉണ്ടോ? കാളിദാസൻ സഹോദരിമാരെ നോക്കി. ഉണ്ട്. ചേച്ചി എവിടെ പോകാനാ? ഞങ്ങളോട് പറയാതെ ഒരിടത്തും പോകില്ല, സതി അഭിപ്രായപ്പെട്ടു. ഞാൻ ചെന്ന് രാഘവേട്ടൻ അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. കാളിദാസൻ വേഗം സഖാവ് രാഘവന്റെ വീട്ടിലേക്ക് ചെന്നു. ശ്രീദേവി ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. വിജയനുള്ള ചായ ഫ്ലാസ്കിലെടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് ചെറിയ സ്വീകരണ മുറിയിലേക്ക് വന്നപ്പോഴാണ് പുറത്തേക്കുള്ള വാതിൽ അടഞ്ഞ് 3 പേർ നിൽക്കുന്നത് കണ്ടത്. അപരിചിതരായ ആ ചെറുപ്പക്കാര കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നത് ശ്രീദേവി കണ്ടു. അധികാരത്തോടെ അകത്തേക്ക് വന്ന അവരെപ്പറ്റി ശ്രീദേവിക്ക് ആശങ്കയായി. ആരാ നിങ്ങൾ? ആരും മറുപടി പറഞ്ഞില്ല. കൈലാസ് ശ്രീദേവിയെ ആപാത ചൂടം നോക്കുകയായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? DSP കൃഷ്ണദാസിനെ അറിയാമോ നിങ്ങൾക്ക്? കൈലാസ് ചോദിച്ചു. ശ്രീദേവി അവനെ നോക്കി. കൃഷ്ണദാസ് ഗുണ്ടകളെ അയച്ചതാണോ എന്നവർ സംശയിച്ചു. കൃഷ്ണദാസിന്റെ മകനാണ് ഞാൻ, കൈലാസ് പറഞ്ഞു. ശ്രീദേവിയുടെ ഉള്ളിലൊരു ഞെട്ടൽ.
അവന്റെ പുറപ്പാട് കണ്ടിട്ട് അപകടമുണ്ടാക്കാനാണെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് പിറക്കാതെ പോയ മകനാണ് ഞാൻ, കൈലാസ് പറഞ്ഞു. വെറുതെയല്ലടാ നിന്റെ അച്ഛൻ ഇവരെ കീപ്പാക്കി വെച്ചത്. 10-25 വർഷം മുൻപ് ഇവർ വല്ലാത്തൊരു സുന്ദരി തന്നെയായിരുന്നു. ഇപ്പോൾ തന്നെ എന്താ കുഴപ്പം? രാജൻ ബാബു അഭിപ്രായപ്പെട്ടു. ഷട്ടപ്പ്, ശ്രീദേവി അയാളെ നോക്കി താക്കീത് ചെയ്തു. ഇവിടെ നിന്ന് ഇനി അപമര്യാദയായി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഇതെന്റെ വീടാണ്. കൊള്ളാം, ഫ്രാൻസിസ് പറഞ്ഞു. ഈ ധൈര്യമാണ് പോർട്ടർക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഗുണ്ടകളെയും കൂട്ടി നീ എന്തിനാണ് ഇവിടെ വന്നത്? ശ്രീദേവി കൈലാസിനെ നോക്കി. അവർ ഗുണ്ടകളല്ല, എന്റെ ചങ്ങാതികളാണ്, കൈലാസ് പറഞ്ഞു. ഇപ്പോൾ നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. എന്താണ് എന്റെ മോന് വേണ്ടത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങളെ അപമാനിച്ചുകൊണ്ട് ഈ ടൗണിൽ ജീവിക്കാമെന്നോ? അതോ SP-യുടെ മകനെന്ന പേരിൽ ഒരു ജാരസന്തതിയെ കാണിച്ച് അവകാശങ്ങൾ നേടാമെന്നോ? എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ബുദ്ധിയാണോ ഇത്? അതോ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? കൈലാസ് ശ്രീദേവിയുടെ നേരെ കൈ ചൂണ്ടി ചോദിച്ചു. നിനക്ക് പേടിയാകുന്നുണ്ടോ? ശ്രീദേവി ചോദിച്ചു. ചീ നിർത്തടി, കൈലാസ് ആക്രോശിച്ചു. നിന്നെ എനിക്ക് പേടിയോ? ഞങ്ങളുടെ പട്ടിയുടെ രോമം പോലും നിങ്ങളുടെ ഭീഷണി കൊണ്ട് പൊഴിയൂല. വേഗം ഇവിടം വിട്ട് പൊയ്ക്കോണം. ഇല്ലെങ്കിൽ അമ്മയും മകനും പിന്നെ ഇവിടെ ജീവിച്ചിരിക്കില്ല. ഈ വീട് ഞങ്ങൾ ഇടിച്ചു പൊളിച്ചു കളയും. ശ്രീദേവി അവനെ നോക്കി പുഞ്ചിരിച്ചു. ഒട്ടും കൂസലില്ലാതെ ചോദിച്ചു. ഇത് നിന്റെ ഭീഷണിയോ? നീ പറഞ്ഞ മഹാനായ SP പറഞ്ഞയച്ചതോ? ഒരുത്തനുമല്ല, ഞാനാ പറഞ്ഞത്. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ചുട്ടുകളയും. നീ ആ SP-യുടെ മകനാണെങ്കിൽ ഇപ്പോൾ ചുടു. രാത്രിയാകാൻ കാത്തിരിക്കുന്നത് ഭീരുക്കളുടെ രീതിയാണ്, ശ്രീദേവി പറഞ്ഞു. ഇടി, നിനക്കെന്നെ അറിയില്ല. കൈലാസ് കൈ ചൂണ്ടി മുരണ്ടു. ശ്രീദേവി കൈ നിവർത്ത് അവന്റെ കരണത്തരാടി. ആരും പ്രതീക്ഷിച്ചതല്ല അത്. എടീന്ന് വീട്ടിൽ ചെന്ന് നിന്റെ തള്ളയെ വിളിച്ചാൽ മതി. നിന്റെ മമ്മി അറിയുന്നതിന് മുമ്പ് നിന്റെ അച്ഛനെ അറിഞ്ഞവളാ ഞാൻ, വിജയന്റെ അമ്മ. ഇപ്പോൾ ഞാൻ തല്ലിയത് അമ്മമാരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്തതിന്. ഇത് നിന്റെ അമ്മയോട് ചെന്ന് പറഞ്ഞേക്ക്. ഇനി ഇവിടെ നിന്നാൽ എന്റെ മോനെ തല്ലിയതിനുള്ളത് തരേണ്ടി വരും. ആ ശബ്ദം കൈലാസിനെ പ്രകോപിപ്പിച്ചെങ്കിലും അവരെ തൊടാൻ ശക്തി കിട്ടിയില്ല. ഒരു പുരുഷനായിരുന്നെങ്കിൽ അവൻ തിരിച്ചടിച്ചേനെ. എടാ, അടിക്കടാ അവളെ, രാജൻ ബാബു ശോഭിച്ച് കൈലാസിനോട് പറഞ്ഞു. അടിക്കും. പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. തലയിൽ ചുവന്ന തോർത്ത് കെട്ടിയ ഒരാൾ. ഞാനാണ് സഖാവ് രാഘവൻ. നീയൊക്കെ ആരാണെന്ന് എനിക്കറിയാം. തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ ആ സ്ത്രീയെ തൊട്. അല്ലെങ്കിൽ വണ്ടിത്താവളത്തിൽ വെച്ച് നിങ്ങളെയൊക്കെ കാല് തല്ലിയൊടിക്കുന്നത് ഞാനായിരിക്കും, സഖാവ് രാഘവൻ പറഞ്ഞു. അയാളുടെ പിന്നിൽ മുറ്റത്ത് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. ചിലരുടെ കയ്യിൽ കത്തികൾ, കോടാലികൾ, വാഹനങ്ങളുടെ പാർട്സുകൾ. കൈലാസും കൂട്ടുകാരും പരസ്പരം നോക്കി. ഞങ്ങൾ വെറുതെ സംസാരിക്കുകയായിരുന്നു, ഫ്രാൻസിസ് ഒരു ചമ്മിയ ചിരിയോടെ പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല. എന്നാൽ സാറന്മാര് വെളിയിലേക്ക് വന്നാട്ടെ, ഞങ്ങൾക്കല്പം സംസാരിക്കാനുണ്ട്, രാഘവൻ പറഞ്ഞു. പ്രശ്നമായി എന്നവർക്ക് മനസ്സിലായി. അവർ വെളിയിലേക്ക് ചെന്നു. അവിടെ കാളിദാസനൊപ്പം ഒരു സംഘം ആളുകൾ. വണ്ടിത്താവളത്തിൽ വന്ന് തെമ്മാടിത്തരം കാണിച്ചിട്ട് ആരും മിടുക്കന്മാരായി പോയിട്ടില്ല, അറിയാമോ? കാളിദാസൻ ചോദിച്ചു. കൈലാസും കൂട്ടുകാരും മറുപടി പറഞ്ഞില്ല. ഞങ്ങളുടെ വിജയനെ തല്ലിയതിന് പകരമായി നിന്നെയൊക്കെ ഒന്ന് പെരുമാറേണ്ടതാ, രാഘവൻ പറഞ്ഞു. പിന്നെ എന്തിനാ സഖാവെ ആലോചിക്കുന്നത്? നമുക്ക് തുടങ്ങാം. ചീത്ത വിളിച്ചുകൊണ്ട് ഒരാൾ കൈലാസിനെ തള്ളി. കൈലാസ് രാജൻ ബാബുവിനെ പിടിച്ചുകൊണ്ട് തറയിൽ വീണു. വേണ്ട, ഉപദ്രവിക്കണ്ട, രാഘവനും കാളിദാസനും തടഞ്ഞു. ഇനി ഇവിടെ വരുമോടാ? രാഘവൻ കൈലാസിനെ കോളറിനെ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, വരില്ല. കൈലാസ് മറുപടി പറയുന്നതിന് മുമ്പ് ഫ്രാൻസിസ് മറുപടി പറഞ്ഞു. പെട്ടെന്നൊരു കാറും ജീപ്പും അവിടെ വന്നു നിന്നു. കാറിൽ നിന്ന് വേണി ഇറങ്ങി വന്നു. മമ്മി, കൈലാസ് അറിയാതെ പറഞ്ഞുപോയി. താനീ നാണം കെട്ട അവസ്ഥയിലായത് മമ്മി കണ്ടതിൽ അയാൾക്ക് ഷെയിം തോന്നി. ആരാടാ എന്റെ മോനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? എന്താടാ നിനക്ക് ഇവിടെ പ്രശ്നം? വേണി അവരുടെ അടുത്തേക്ക് വന്നു. ഇവരൊക്കെ ആ വേശ്യയുടെ ഗുണ്ടകളാണോടാ? എവിടെയാ ശ്രീദേവി? വേണി ശോഭിക്കുകയായിരുന്നു. പെണ്ണുപിള്ളേ, നിങ്ങളേത് കൊമ്പത്താണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം, സഖാബ് പറഞ്ഞു. പ്രശ്നം ഗുരുതരമാണെന്ന് കാളിദാസന് മനസ്സിലായി. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലോ? നീ ആരാടാ ചെറ്റെ? വേണി നിയന്ത്രണം വിട്ട് അലറി. എടി പുല്ലേ, നിന്റെ കർണക്കുറ്റി അടിച്ചു പൊളിക്കും, സഖാവ് രാഘവൻ കൈവീശി. വേണ്ട സഖാവെ, കാളിദാസൻ രാഘവനെ പിടിച്ചു. മിസ്റ്റർ ചാണ്ടി, വേണി ജീപ്പിന് നേരെ തിരിഞ്ഞു വിളിച്ചു. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഇടിയൻ ചാണ്ടി അവിടേക്ക് നടക്കുകയായിരുന്നു. ഇവള് പോലീസിനെയും കൊണ്ടാണോ വന്നിരിക്കുന്നത്? എന്നാൽ ഇവളെ വണ്ടിത്താവളത്തിൽ നിന്ന് പോകാൻ അനുവദിക്കരുത്, സഖാവ് രാഘവൻ പറഞ്ഞു. വിടടാ കാളിദാസ, എന്റെ കൈത്തരിപ്പ് മാറ്റിയിട്ട് കുറെ കാലമായി. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും അവളുടെ സാരിക്കടിയിലെ ഉദ്യോഗസ്ഥരല്ലെന്ന് ഇന്നവൾ അറിയട്ടെ. ആരാ ഈ പുല്ല്? സഖാവ് ചോദിച്ചു. കൈലാസ് വിളറി. വേണി കോപം കൊണ്ട് ജ്വലിച്ചു. ആൾക്കൂട്ടത്തിൽ നിന്ന ശ്രീദേവിയുടെ കണ്ണുകൾ വേണിയിലായിരുന്നു. ചേച്ചി, പ്രശ്നമായി, കാളിദാസൻ വന്ന് ശ്രീദേവിയോട് പറഞ്ഞു.
ഇവൻ എന്നെ അപമാനിച്ചു മിസ്റ്റർ ചാണ്ടി, അവനെ വിടരുത്, വേണി സഖാവിനെ ചൂണ്ടി പറഞ്ഞു. മുന്നോട്ട് വന്ന സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടി സഖാവ് രാഘവനെ നോക്കി. സാറേ, ഈ കൊടിച്ചിപ്പട്ടിയാണോ ഇപ്പോൾ പോലീസിനെ ഭരിക്കുന്നത്? രാഘവൻ ചോദിച്ചു. യു റാസ്കൽ, വേണി അലറി. അത് നിന്റെ തന്ത, സഖാവ് തിരിച്ചടിച്ചു. വേണി വിളറി നിന്നു. ബാക്കി ഭാഗം നാളെ.